അങ്ങ് പകരണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം കേൾക്കുവാനിടയായി കർത്താവ് അല്പനേരം ജീവന്റെ വചനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾ ഇനിയും കേൾക്കുവാൻ, കർത്താവ് ആത്മാവിൽ പ്രാപിക്കുവാനൊക്കെയും സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്ത് ജാഗ്രതമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ അൻപുള്ള സാന്നിധ്യം കർത്താവെ ഇന്ന് പകൽ നേരം അനേക ജീവിതങ്ങൾക്ക് വിടുതലായി, ആശ്വാസമായി, ജയമായി തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. അപ്പാ അളലിയ പീഡിതർ കർത്താവ്, പീഡിതർക്ക് കർത്താവെ നീ ആശ്രയമായിരിക്കുന്നു, ആശ്വാസമായിരിക്കുന്നു. കർത്താവെ പീഡനം അനുഭവിക്കുമ്പോൾ, കഷ്ടം അനുഭവിക്കുമ്പോൾ കർത്താവ് മഹത്വത്തിന്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പാ നിന്റെ സന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ കഷ്ടങ്ങൾ ഞങ്ങൾ അനുഭവിക്കുമ്പോഴും വിശ്വസ്തനാകുന്ന ദൈവം ഞങ്ങളോടുകൂടി ഉള്ളതിനായി സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ നേരം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്ക് ഈ പകൽ നേരം സ്വതന്ത്രം നമുക്ക് അല്പനേരം ജീവൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അടുത്ത് വന്നപ്പോൾ 4-ാം അധ്യായം, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 7-ാം വാക്യമായിരുന്നു നമ്മൾ വായിച്ചത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമെത്രന്ന് വരേണ്ടത് നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്ന വചനമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രദ്ധയെ നമ്മളതിലേക്ക് തിരിക്കുവാനിടയായി തീർന്നത്. അതിനുശേഷം നമ്മൾ മനസ്സിലായി, നമ്മൾ കഷ്ടങ്ങൾ, ഉപദ്രവങ്ങളെല്ലാം സഹിക്കേണ്ടി വരുന്നു, അല്ലേ? ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അവിടെ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അപ്പോൾ മനസ്സിലാക്കണം, നമ്മെ ഇതിനൊന്നും ജയിക്കുവാൻ കഴിയത്തില്ല. കർത്താവിന്റെ അഭിഷേകം നമ്മളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ നമ്മൾ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വക ഒരു പ്രതിസന്ധികൾക്കും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കാൻ കഴിയത്തില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുകയാണ്. ഇന്ന് പകൽ നേരം നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ തുടർന്ന് നമ്മൾ ചിന്തിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന്റെ 5-ാം അധ്യായം, ഹല്ലേലൂയ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ സ്തോത്രം അതിന്റെ 1 മുതൽ നമുക്ക് വായിക്കാം. വായിച്ചാട്ടെ. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്ന് അറിയുന്നു. ആമേൻ. സ്തോത്രം. ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ആമേൻ. സ്തോത്രം. എത്ര അർത്ഥവത്തായ വചനങ്ങളാണ് നമ്മൾ പൗലോസിന്റെ സ്തോത്രം താൻ പ്രാപിച്ച വെളിപ്പാടിൽ നമ്മൾ കാണുവാൻ ഇടയാകുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ആമേൻ. നമ്മൾ ഇവിടെ നോക്കുമ്പോ വെളിപ്പാട് പുസ്തകം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യം മുതൽ. കിട്ടിയവർ വായിച്ചാട്ടെ. അന്ത്യബാധ 7 നിറഞ്ഞ് എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിമർശനയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് പൊട്ടിയിട്ടും
ഉണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനം. അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ മൂന്നിന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണ്ണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡൂര്യം, 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധിരത്നം. 12 ഗോപുരവും 12 മുത്ത്. ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ ആയിരുന്നു. അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാട് അതിന്റെ വിളക്കാവുന്നു. മതി. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും വായിച്ചത്. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ സ്വർഗീയ യെരൂശലേമിലേക്ക് സ്തോത്രം നിലനിൽക്കുന്ന കൈപ്പണിയല്ലാത്ത നിത്യഭവനം അല്ലെ നമുക്ക് സ്വർഗത്തിൽ ഉണ്ട്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ വായിച്ച കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക്. അപ്പോൾ നിത്യഭവനമാണ് നമ്മുടെ പ്രത്യാശ. എന്നാണെന്നറിയോ? നമ്മുടെ പ്രത്യാശ ഈ ലോകം നശിക്കുമ്പോൾ, എന്റെ ശരീരം നശിച്ചാലും അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യഭവനമാകുന്ന യെരൂശലേമിൽ നാം ചേർക്കപ്പെടും. ആമേൻ. നിത്യഭവനം, അവന്റെ രാജ്യത്തിൽ നമ്മൾ ചേർക്കപ്പെടണം. നമ്മുടെ ഉള്ളിലെ പ്രത്യാശ അതാണ്. നമ്മളുടെ ഉള്ളിലെ സന്തോഷം അതാണ്. അതാണോ നിങ്ങളുടെ സന്തോഷം? ഒന്ന് ഞാൻ ചോദിക്കട്ടെ, അതാണോ നിങ്ങളുടെ സന്തോഷം? ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടണം, കർത്താവിനോടുകൂടെ വാഴണം. നമ്മൾ എഴുതിയല്ലോ നമ്മുടെ നിത്യമായ വീടിന്റെ പ്ലാനാണ് നമ്മളിപ്പോ കണ്ടത് അല്ലേ? നമ്മളുടെ പണിയാൻ പോകുന്ന വീടിന്റെ പ്ലാന് അത് എന്താ പറയുന്നത്, എഞ്ചിനീയറോ പ്ലാനറോ ആരെങ്കിലും ഒക്കെ റെഡിയാക്കിയിട്ട് അതിന്റെ അപ്രൂവൽ എല്ലാം മേടിച്ച് സൂക്ഷിച്ച് കഷത്തിക്കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. അത് ആ പ്ലാൻ കയ്യിലിരിക്കുമ്പോ ആരെങ്കിലും ചോദിച്ചത് വീട് വെക്കാൻ പോകുന്ന വീടിന്റെ പ്ലാനാന്ന് പറയുമ്പോ ഒരു വെയിറ്റാ അല്ലേ? പക്ഷെ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കയ്യിൽ സ്വർഗത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പ്ലാനാണിത്. ഭൂമിയിൽ ഒരു നിർമ്മിതിയും ഇത്രയും മഹത്വത്തോടെ ഒരിക്കലും ഉളവാക്കിയിട്ടില്ല. ആമേൻ. ദൈവരാജ്യമല്ലാതെ മറ്റൊരു സൃഷ്ടിയും ഹല്ലേലൂയ സ്തോത്രം ഇത്ര ശ്രേഷ്ഠമായിട്ട് ഒരുക്കിയിട്ടില്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസം കൊണ്ട് നാം നമ്മുടെ നിത്യഭവനത്തിൽ നമ്മൾ ചേരുവാൻ ഇരിക്കുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ച് അവൻ ഇപ്പോഴുള്ള കാലവും ഇപ്പോഴുള്ള ജീവിതമാണ് ഏറ്റവും വലുത്. ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുക, തിന്നുകുടിച്ച് ആർമാദിക്കുക, പിന്നെ എന്ത് വന്നു എന്നുള്ളത് നോക്കണ്ട. മരിച്ചു കഴിഞ്ഞ് ആർക്കെന്നാ സംഭവിക്കുന്ന ആർക്കറിയാം. ഇതാണ് ബുദ്ധിശൂന്യന്റെ ചിന്താഗതി. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ദൈവം ഇല്ലാതെ മൂഢൻ തന്റെ ഹൃദയത്തിൽ ഇല്ലെന്ന് പറയുന്നത് കാര്യം. പിന്നെ സുഖമല്ല, ദൈവമില്ല പിന്നെ എനിക്ക് എന്റെ വഴിക്ക് പോകത്തില്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ബുദ്ധിമാന്മാരുടെ യാത്ര മേലോട്ടാകുന്നു, നമ്മുടെ യാത്ര ഉയരത്തിലേക്കാകുന്നു. അതുകൊണ്ട് നാം ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന്റെ കരത്തിൽ ഇരിക്കുക. നമുക്ക് നിത്യമായ ഒരു വാസസ്ഥലമുണ്ട്.
ഹല്ലേലൂയ. ഈ ശരീരം കുറവുള്ളതാണ്. ഈ ശരീരത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ഒത്തിരി ബാധ്യതകളുണ്ട്. ഈ ലോകത്തിൽ എന്ത് കടങ്ങളാലേ. സത്യം പറഞ്ഞാൽ സർവ്വസൃഷ്ടിയും ദൈവത്തിന്റെ കൈക്കീഴിൽ സ്തോത്രം എല്ലാം സൗജന്യമായി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഭൂമിയെ സൃഷ്ടിച്ചാക്കി വെച്ചതാ. പക്ഷെ ഇപ്പോഴെല്ലാത്തിനും എല്ലാത്തിനും അവകാശികളായി, അതോറിറ്റിയായി. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചതാണ്. നമ്മള് ഗവൺമെന്റ് എല്ലാ വനത്തിനും അതിരിട്ടിട്ട് വനത്തിനൊരു മന്ത്രിയെ തെരഞ്ഞെടുത്തു. റോഡെല്ലാം ഉണ്ടാക്കിയിട്ട് റോഡിനെല്ലാം കൂടെ ഒരു മന്ത്രിയെ ഉണ്ടാക്കി വെച്ചു, അല്ലേ? ഡാമുകളെല്ലാം കൊണ്ടൊക്കെ അതിനൊരു മന്ത്രി, അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേറൊരു മന്ത്രി. അപ്പൊ ഇങ്ങനെ പല മന്ത്രിമാരും പല കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ രസം എന്നാന്നറിയാവോ? എവിടെയാണെന്നറിയാം ഇത് ഉള്ളത്? ഇത് കുറച്ച് പേപ്പറിൽ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. കാരണം എന്നാന്നറിയാവോ? ഞാൻ ചോദിക്കട്ടെ, അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ അതോറിറ്റി? ഈ കണ്ട കാട്ടുമൃഗങ്ങളെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഇവയെ അറിയുന്നുണ്ടോ എന്റെ മേലെ ആധിപത്യമുള്ള ചിലരൊക്കെ ഭൂമിയിലുണ്ടെന്ന്? ഉള്ള കാട്ടുമൃഗങ്ങളും സകലവിധ മൃഗങ്ങളും ഇറങ്ങി വഴി കൂടെ നടക്കുക. അവർ പറയുന്നുണ്ടോ ഇത് ഇന്ന വ്യക്തിയുടെ ആധിപത്യത്തിൽ കീഴിരിക്കാനാണ് ഞാനിവിടെ നടക്കരുതെന്ന്? പറയാൻ വല്ലവരും ഉണ്ടോ? അപ്പോൾ എന്താ നമ്മളൊക്കെ ശരിക്കും എന്താ ചെയ്യുന്നത്? നാം എല്ലാം സ്വാർത്ഥമായി കൈയടക്കി വെച്ച് നമ്മളിതെല്ലാം വാഴുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ മനസ്സിലാക്കണം, ഇതിന്റെ ഉടയവൻ സ്വർഗത്തിലാണ്. സകലത്തിനും അധിപതി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഇവിടെ ഭൂമി സ്വന്തം മനുഷ്യൻ അതിനെ വഷളാക്കുമ്പോൾ മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടും. ഭൂമിയെ നശിപ്പിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഭൂമിയെ നശിപ്പിച്ചാൽ അതൊരു ശിക്ഷയാണ് ദൈവസന്നിധിയിൽ. ആമേൻ. ഹല്ലേലൂയ. മൃഗങ്ങളെ നശിപ്പിച്ചാൽ ഒരു ശിക്ഷയാണ്, പ്രകൃതി വിഭവങ്ങളെ നശിപ്പിച്ചാൽ ഒരു ശിക്ഷയാണ്. ഈ കണ്ട കരയും തോടും കാടും എല്ലാം മാറ്റി അതെല്ലാം ഇടിച്ച് ഓരോരുത്തരുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് ഇടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊക്കെ കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇക്കണ്ട കല്ലും മണ്ണും എല്ലാം വാരി വിറ്റ്, പാറയെല്ലാം ഇടിച്ചു പൊളിച്ച് മണ്ണത് സാൻഡാക്കി പലർക്കും പലയിടത്തും കൊണ്ട് വിറ്റ് ഇതെല്ലാം പോകുന്നത് പലരും മുതലാളിമാരായിക്കൊണ്ടിരിക്കുക. പക്ഷേ അവന്റെ നിത്യതയില് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ അവൻ പൊട്ടിച്ച ഓരോ പാറയുടെയും കണക്ക് പറയിപ്പിച്ചിട്ട് എങ്ങോട്ട് വിടത്തുള്ളൂ? നരകത്തിലേക്ക്. മനസ്സിലാക്കണം, ഇത് നമ്മൾ പലരും ചിന്തിക്കുന്നില്ല. ദുഷ്ടൻ വിചാരിക്കുന്ന അവൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയും അവന് വാദപ്രതിവാദം നടത്താൻ സ്വർഗം തോറ്റുപോകുന്ന ഒരു രംഗമാണ്. ഇല്ല, അവൻ ജന്മം മുതൽ അവൻ ചെയ്തത് സകലതും അവന് മുമ്പിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആരും ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു പദ്ധതിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വായിച്ച വാക്യങ്ങളെല്ലാം നമ്മെ മനസ്സിലാക്കുന്നത്, നമുക്ക് നിലനിൽക്കുന്ന ഒരു രാജ്യം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. നിലനിൽക്കുന്ന ഒരു കെട്ടിടം, അല്ലേ? അവിടെ വായിക്കുന്നത് എന്താണ്? സ്തോത്രം, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമായൊരു കെട്ടിടം, ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ. അപ്പൊ ദൈവത്തിന്റെ ദാനമാണിത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ നയിക്കുവാൻ വാഞ്ചിക്കുന്നു. അടുത്തത് മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാനൊരു കാര്യം പറയട്ടെ. എന്ന് തീരും ഈ കഷ്ടത? എന്റെ നിത്യമായ വീട്ടിലേക്ക് ഞാൻ എന്ന് പോകും? ഇന്ന് ആരും പറയാത്തൊരു ഡയലോഗായത്, അല്ലേ? ആരും പറയാത്തൊരു ഡയലോഗായത്. ഇതെല്ലാം തീർന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധി ചേരാമല്ലോ. ഈ വിഷമങ്ങളെല്ലാം നമുക്ക് മാറും കേട്ടോ. നമ്മൾ കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുമ്പോൾ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുകയും സ്വന്തം കർത്താവിനോടുകൂടെ നമ്മൾ നടക്കുകയും ചെയ്യും. അവന്റെ വചനം നമുക്ക് കേൾക്കാം. അവൻ നമ്മളോട് വീണ്ടും സംസാരിക്കും. അവന്റെ സ്നേഹം നമുക്ക് ഇനിയും സ്തോത്രം ഹല്ലേലൂയ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്ന എത്ര സഭകളുണ്ട്?
അനേകരുടെ ജീവിതത്തിൽ ഇതൊന്നും ഇത് മനസ്സിലാക്കണം, ഇത് അവസാന കാലഘട്ടമാ. ഇന്ന് അനേകം നമ്മൾ ഈ ലോകം നമുക്ക് ഞരക്കവാ, ഇത് തീരട്ടെ, നമ്മൾ അവന്റെ രാജ്യത്തിൽ ചേരുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. വേഗത്തിൽ നമുക്ക് അവന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാം, നമ്മുടെ വേല തികയ്ക്കാം എന്ന് പറയാൻ ആരുമില്ല. ഇന്ന് പല സഭകളും ക്ലബുകളുടെ നിലവാരത്തിൽ ഈ അടപ്പതിച്ചതിന് കാരണം എന്നാണെന്നറിയാവോ? ഈ ഉയരത്തിലെ കെട്ടിടത്തെ കുറിച്ചുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയി. അനേകർക്ക് അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം നഷ്ടപ്പെട്ടിട്ട് ലോകത്തിലുള്ളവയെ കുറിച്ച് കാണുവാനും അനേകർ ലോക വിഷയം പ്രാർത്ഥിക്കുവാനും തിരിയുന്നത് കൊണ്ട് ഉയരത്തെക്കുറിച്ചുള്ള ആ വെളിപ്പാട് അവന്റെ ജീവിതത്തിൽ നിന്ന് അന്യമായേക്കുവാണ്. ഹല്ലേലൂയ. എന്റെ നിത്യമായ എന്റെ ഭവനത്തിലേക്ക് എനിക്ക് പോകണം, എനിക്ക് കർത്താവിനോട് കൂടെ ജീവിക്കണം. ഇവിടെ ഞാൻ അനുഭവിച്ചത് വെറുപ്പാണ്, ഇവിടെ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലാണ്, ഇവിടെ ഞാൻ അനുഭവിച്ചത് പീഡനമാണ്, ഇവിടെ ഞാൻ അനുഭവിച്ചത് കഷ്ടതകളും വേദനകളുമാണ്. പലവിധമായ ബാധ്യതകളും പ്രതിസന്ധികളും എന്റെ ജീവിതത്തെ എന്നെ കഷ്ടത്തിലാക്കിയത് ഈ ലോകവും ഇവിടുത്തെ ജീവിതവുമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു വേഗം തീരണം ഇതല്ലേ. എത്ര പേർക്ക് ഇത് ആഗ്രഹമാണ്? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഇതൊരു വിഷയമാണോ? നമ്മളുടെ സംസാരത്തിന് ഇതൊരു വിഷയമാണോ? തമ്മിൽ വിശുദ്ധന്മാർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ യാതൊരു അശുദ്ധമായതൊന്നും നിങ്ങളുടെ പേര് പറയരുതെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളെത്ര പേര് പറയുന്നുണ്ട് നമ്മൾ ഈ കഷ്ടതകളെല്ലാം തീരും, നമ്മൾ അവന്റെ രാജ്യത്തിൽ ചേരും എന്ന് പറയുമ്പോ ഇന്ന് വിശ്വാസത്തിലിരിക്കുന്ന പലരുടെ ചിന്തന പറഞ്ഞ നമ്മൾ നശിച്ചു പോകുന്നതിനെ കുറിച്ച് പറയുന്നതെന്ന് പറയും. അത്രയും എത്തി. ഹല്ലേലൂയ. അത്രയും എത്തിയ ഒരു അവസ്ഥയിലാണ് ഇന്ന് പല സംഘടനകളും പല ദൈവദാസന്മാരും ആയിരിക്കുന്നത്. പലർക്കും നിത്യതയെ കുറിച്ച് പറയാനോ കാണിക്കാനോ പറ്റത്തില്ല. കാര്യം ലോകം നമ്മളെ പഠിപ്പിച്ച ഒരു ട്രെൻഡ് ഉണ്ട്. എന്നാന്നറിയാമോ? നാടോടുമ്പോ നടുവേ, ഇല്ലെങ്കിൽ എന്നാ പറ്റും? പുറകിലായി പിന്തള്ളപ്പെടും. ചില കൗശലം നിറഞ്ഞ പ്രസംഗകര് അനേകരോട് പറയുന്നത് നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ കൂടെ ഓടാൻ വേണ്ടി പ്രചോദകമായ പ്രസംഗങ്ങളുമായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. തീരയോടെ നിന്ന് നിന്റെ വേല മികച്ചിട്ട് കേറിപ്പോണമെന്നുള്ളവൻ ഇവിടെ ഒരു മര്യാദയും പാലിക്കുന്നില്ല. പിടികിട്ടിയോ? ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവപുത്രൻ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. നിന്റെ അകൃത്യം വഹിച്ചുകൊണ്ട് ദൈവപുത്രൻ കാൽവരിയിൽ പരമയാഗമായി തീർന്നു. മകനെ, നീ നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് നിനക്ക് വേണ്ടി പകരം മരിച്ചവനാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ സ്നാനപ്പെട്ട് നിന്റെ പാപങ്ങളെ കഴുകി കളയുവാൻ തക്കവണ്ണം ഉപദേശത്തിലും വചനത്തിലേക്കും മടങ്ങി വരണമെന്ന് പറയുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഈ ലോകം കേൾക്കാനുള്ള ആകെയുള്ള സദ്വർത്തമാണ് ഇത് മാത്രമേ ഉള്ളൂ. അല്ലേ? ഹല്ലേലൂയ. വേറെ എന്തെങ്കിലും കേൾക്കാനുണ്ടോ? ഇനി ഒരു അത്ഭുതകരമായ ഒരു ശുശ്രൂഷ ഭൂമി നടക്കാനുണ്ടോ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ഇവിടെ പാപിയോട് നിന്റെ പാപം നിമിത്തം നീ മരിക്കുമെന്ന് പറയാനേ ഉള്ളൂ. ഈ രീതിയിൽ നീ മുമ്പോട്ട് പോയാൽ നിന്റെ നിത്യനാശത്തിലായിരിക്കും. കാര്യം നീ നിന്റെ ആയുസ്സിൽ നീ ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെയും നിന്റെ നേർക്ക് ആ പാപത്തിന്റെ ഫലമാകുന്ന മരണം കയറി വന്നാൽ നീ നിൽക്കുകയില്ല. അതുകൊണ്ട് വേഗത്തിൽ ആ പാപജീവിതത്തെ ഉപേക്ഷിച്ച് നീ വീണ്ടും ജനിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നീ വീണ്ടും ജനനം കൊള്ളണം. വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമാ നിനക്ക് പാപത്തിന്റെ ശക്തിയിൽ നിനക്ക് മോചനം ലഭിക്കത്തുള്ളൂ. ഇതല്ലേ ലോകം കേൾക്കേണ്ടത്? അതിനുവേണ്ടി നീ എത്രത്തോളം അധ്വാനിക്കണം, എത്രത്തോളം പ്രവർത്തിക്കണം. ഇന്ന് ഒത്തിരി ഭീരുക്കളുണ്ട്. യാഥാർത്ഥ്യം പറയത്തില്ല, അവര് പറയാൻ റെഡിയല്ല, പലരും ചലഞ്ച് ചെയ്യാൻ റെഡിയല്ല. കാരണം എന്നാ? ഭീരുത്വം കയറിപ്പോയി, പേടിയാണ്. ഞാൻ പറയട്ടെ, ഭീരുത്വം. ഞാൻ ചിലപ്പോ ചിലരോടൊക്കെ സംസാരിക്കുമ്പം ഞാൻ ഇച്ചിരി എക്സ്ട്രീമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർ പാസ്റ്റർമാരുടെ കാര്യം പറയുന്നത്, അല്ലാതെ വെറുതെ വിശ്വാസത്തിന്റെ കാര്യമല്ല. വിശ്വാസികൾക്ക് ചിലർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഗ്രാഹ്യം ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം യാതൊരു പിടിയില്ലാതെ കിടക്കുന്നവരാണ്. ഈ താളത്തിനൊത്ത് ഇങ്ങനെ പോകുന്നു. മക്കളുടെ സെറ്റിൽമെന്റ്, അവരുടെ ഭൗതികത, ലോകത്തിൽ പ്രസ്റ്റീജ്, പൊസിഷൻ, ഇതിനു വേണ്ടി ഓടുന്ന ഒരു വലിയ സമൂഹം സഭയ്ക്കകത്തുണ്ട്. അത് വിട്ട് കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞത്, ചില പാസ്റ്റർമാരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില പാസ്റ്റർമാരൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്, നമ്മൾ അങ്ങനെ എല്ലാം അങ്ങ് തുറന്നങ്ങനെയൊന്നും പറയരുത്. നമ്മളെങ്ങനെ മൂടി വെച്ചോണം. എല്ലാം ഇങ്ങനെ മൂടി, അതെന്റെ വാക്കാ കേട്ടോ, മൂടി അങ്ങോട്ട്
ഒന്നും തുറന്നു പറഞ്ഞേക്കരുത്. എന്നാ കാരണം? തുറന്നു പറഞ്ഞ് എന്നാ പറ്റും? പണ്ടൊരു ചൊല്ലുണ്ട്, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ കാര്യം, അത് മുഖത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണ് നിന്റെ ശുശ്രൂഷയെങ്കിൽ അത് പോട്ടെന്നേ. നീ വേറെ വല്ല മൊട്ടക്കച്ചവടത്തിനും പോ, വേറെ ഞാൻ പറയാൻ പറ്റുമോ? കാര്യം അതിലും ഗുണമതാ. ഹല്ലേലൂയ. കുറെ എണ്ണമൊക്കെ ഈ ഫീൽഡിൽ നിന്ന് പോയാലാ ഇത് ഈ പദ്ധതി, ദൈവ പദ്ധതി നിവർത്തിക്കപ്പെടത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പൗലോസ് എത്ര ശക്തമായ തലത്തിലാണ് ദൈവകരത്തിൽ ഉപയോഗിച്ചത്? എത്രയോ അപ്രീതികൾ, എത്രയോ പേരുടെ ശത്രുത്വം, യഹൂദ ജനത്തെ വല്ല വിധനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കഷ്ടം സഹിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് യഹൂദന്മാരാ. ശരിയല്ലേ? എന്റെ ചോദ്യം ഇതാ, ഈ യഹൂദന്മാരോട് പറയേണ്ടത് നേരെ ഇവ പറഞ്ഞു അല്ലേ? അത് നിമിത്തം തടവിലായി നശിച്ചു പോയോ? ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഈ ക്രൂശിന്റെ മഹത്വം വഹിക്കുന്നതിന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമാണെങ്കിൽ മകനെ, അത് നിന്നെ കൊണ്ടേ പോകും. അത് നിന്നെ കൊണ്ടേ പോകും. കാര്യം ക്രൂശിന്റെ വചനം വെളിപ്പെടുത്തുന്നതിന് തടസ്സമായിട്ട് എന്താ നിന്റെ ജീവിതത്തിലുള്ളത്? ഞാൻ പറയട്ടെ, ഈ സ്തോത്രം, അവിശ്വാസികളുമായിട്ട് നമുക്കെല്ലാം ബന്ധങ്ങളുണ്ട്, പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട് അല്ലേ? പക്ഷെ സുവിശേഷത്തിന്റെ സത്യം പറയുമ്പോ വിഴുങ്ങാറുണ്ടോ? ഉണ്ടോ? ഓ, അവൻ എനിക്ക് ഫ്രണ്ട്, ഞാനിപ്പോ ഇവനോട് ഇതൊക്കെ പറഞ്ഞ ഇപ്പൊ നെറ്റ് ചുളിയൂല്. എടാ, എത്ര വർഷമായടാ നീ അവന്റെ നെറ്റ് ചുളിച്ച് കണ്ടോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? കാരണം തന്നെ ഞാനിത് പറയാൻ കാരണം എന്ന് പറയോ, ഈ 21 അധ്യായത്തിന്റെ അകത്തെ സ്വർഗീയ യെരൂശലേമിലേക്ക് പോകുന്നതിന് മുമ്പേ കുറെ പേർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അതാണ് അതിന്റെ 21-ന്റെ 8-ാം വാക്യം വായിക്കുന്നു. വെളിപ്പാട് ദിവസം 21-ന്റെ 8-ന്റെ അകത്ത് കുറെ കാറ്റഗറി പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അവിടെ ആ 3 എണ്ണം മതി. ഇപ്പൊ തന്നെ പെന്തക്കോസ്തിന്റെ തേവാണ്ടായി. ഒന്നാമത്തെ എന്താണ്? ഭീരുക്കൾ. ആരാ ഭീരു? ഞാൻ ചോദിക്കട്ടെ, ആരാ ഭീരു? ഭീരുക്കൾ? സത്യം അറിഞ്ഞിട്ട് അതിനു വേണ്ടി നിൽക്കാത്തവനാണ് ഭീരു. സമൂഹം എന്നാ പറയും, കൂട്ടുകാരെന്നാ പറയും, വീട്ടുകാരെന്നാ പറയും, എന്നിട്ട് പറയേണ്ടത് നീ പറയാതിരിക്കുന്നെങ്കിൽ നീയാണ് ഭീരു എന്ന് പറയും. അല്ല വാരാ ഭീരു? ഭീരു? ഭീരുക്കൾ അല്ലേ? അടുത്തത് ഈ ഭീരുവായതിന് കാരണം വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. വിശ്വസിച്ചിട്ടില്ല. കാരണം ഈ സത്യങ്ങളൊക്കെയും അതിന്റെ ഫലങ്ങളിൽ സ്തോത്രം അധികാരവും മഹത്വവും നിർമ്മലതയും ഉള്ളതാണെന്ന് വിശ്വസിച്ച് ഈ സത്യവചനത്തിന് വേണ്ടി നിന്ന് അനേകരെ ക്രിസ്തുവിനോട് നേടാനായിട്ട് മനസ്സില്ലാത്ത ഭീരുക്കൾ അല്ലേ? എങ്ങനെ ജീവിക്കും? മറ്റൊരു കൂട്ടർ ഞാൻ പറയും, ഈ കാലഘട്ടത്തിലുള്ളതാ. എങ്ങനെയാ ജീവിക്കുക? എങ്ങനെ മുമ്പോട്ട് പോകും? ശരിയാ, കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറഞ്ഞേ, കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അടുത്തത് പിശാച് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? പൈസ എങ്ങനെ ഉണ്ടാക്കൂന്ന് അല്ലേ? അത് പറയാ, പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാ ഉണ്ടാക്കണം അല്ലെ? അത് വേറെ വിഷയം, പറഞ്ഞു വിട്ടേക്കാം. അത് വിട്ടേക്ക്. ഞാൻ പറഞ്ഞത് ഇതെന്താ ഈ സംഭവിക്കുന്നേ? പണമില്ലെങ്കിൽ ഉണ്ടാക്കണം അല്ലേ? അങ്ങനെ പണം ഉണ്ടാക്കി കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, നീ ഭീരുവാകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്നാണെന്നറിയാമോ? നിന്നെ കൊണ്ട് പറ്റില്ല ഇത് നേരിടാൻ. കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ വായിച്ച കൊരിന്ത്യലേഖനം 5-ാം അധ്യായം, അതിന്റെ 5-ാം വാക്യം, 5-ന്റെ 5 വായിക്കുന്നത് എന്നാണെന്നറിയാമോ? അവിടെ വായിക്കുന്നത് സ്തോത്രം, അതിന്റെ 4 വായിക്കുമ്പോൾ, ഉരുവാനെല്ലാം അർത്ഥമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കുക ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട്. അടുത്ത വാക്യം, കണ്ടോ? ആത്മാവിനെ അച്ചാരമായി തന്ന കണ്ടോ? അത് പ്ലെഡ്ജാണ്, ദൈവത്തിന്റെ സ്തോത്രം, ഉടമ്പടിയാണെന്ന്. ശരിയും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെഡ്ജിന് എന്നാ മലയാളത്തിൽ പറയുന്നത്? പ്രതിജ്ഞയാണ്. ദൈവത്തിന്റെ പ്രതിജ്ഞയാണ്
പരിശുദ്ധാത്മാവ് ആരിൽ പകരപ്പെട്ടുവോ അവരെ ദൈവസന്നിധിയിൽ ചേർക്കുമെന്നുള്ള ദൈവത്തിന്റെ പ്രതിജ്ഞയാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ അവനിൽ ഭീരത്വത്തിന്റെ ആത്മാവല്ല, അബ്ബാ പിതാവേ സ്വപുത്രന്റെ ആത്മാവാണ് അവനിൽ വസിക്കുന്നത്. അവൻ ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? കാരണം എന്നാണെന്നറിയാമോ? വല്ല വിധേനയും വലിഞ്ഞു പോകുന്നവനെ അല്ല, അവന് വേണ്ടി ധീരമായിട്ട് നിൽക്കുന്നവരെ ദൈവത്തിന് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് വിശ്വാസകോളത്തിൽ നടക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? പറഞ്ഞു ഒത്തിരി പേര് വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് സമൂഹത്തെ ഇവര് വിട്ടുവന്ന പശ്ചാത്തലത്തെ എന്തൊക്കെയോ ബോധിപ്പിക്കാനുണ്ട്. നമ്മൾ അതിന്റെ കൂടെ പോകരുത് കേട്ടോ. നമ്മളെ ഏതാണ്ട് ബോധിപ്പിക്കാനാ, അവരെ എന്തോ ബോധിപ്പിക്കണം. ആ ചിലരൊക്കെ പറഞ്ഞു, അയ്യോ ഞങ്ങൾ വലിയ ഇടവകയെന്നായിരുന്നു ഇറങ്ങി വന്നേ, നമ്മളെ അച്ചായനൊക്കെ അതിനകത്ത് നിന്ന അച്ചായനിപ്പോ ഇനി നമ്മളെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടാലേ അവരുടെ മുമ്പ് നിൽക്കാൻ പറ്റുള്ളൂ. നീ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. ക്രിസ്തുവിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. തിരിച്ചറിയേണ്ട ഒരു കാര്യമാ. അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ആരൊക്കെയോ എന്തൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ദൈവസന്നിധി നിൽക്കുന്നവര്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ പിന്നാലെ വന്നു കേട്ടോ, അവരെല്ലാം നോക്കിയിരിപ്പുണ്ട്, നീ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര നാണക്കേടെ. കർത്താവേ നീ വേഗം വേഗം വേഗം. ഇത് ഏറ്റുപിടിച്ചുള്ള തിയോളജികളാണ് ഇന്ന് ഒട്ടുമിക്ക സഭയ്ക്കകത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണം. ഇതിനല്ല എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തെ ബോധിപ്പിക്കാനല്ല. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. അത്രയും പേരെ സ്വാധീനിക്കുന്ന ദുഷ്ടൻ അവന്റെ ഫ്രണ്ട് നിൽക്കുക. ഞാൻ ഇവരെ എന്ത് പ്രസാദിപ്പിക്കുമെന്നാ പറയുന്നത്? ഇതൊക്കെ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി ചിന്തകൾ, ഒത്തിരി ആശയങ്ങള്, ഒത്തിരി താല്പര്യങ്ങള് ഇന്ന് സഭയെ മൂടുന്നുണ്ട്. ഒത്തിരി താല്പര്യങ്ങള്. പല ദൈവദാസന്മാരും അനേകർ ഈ പരിജ്ഞാനമില്ലാത്ത, വളർച്ചയില്ലാത്ത അനേക വിശ്വാസികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടി ഇത് കൃപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ പണ്ട് വെച്ചാൽ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കുന്നുള്ള പറയുന്ന പോലെ തന്നെ ചിലരുടെ അവസ്ഥകൾ ഇന്ന് ആ അവസ്ഥയിലായിരിക്കുക. കാര്യം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. സത്യം ഒരു വശത്ത് അറിയാം, അതൊരിക്കലും പറയാൻ കഴിയാത്ത സ്ഥിതിയിൽ ഇന്ന് നിർബന്ധങ്ങൾ വന്ന് കിടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നാ നമ്മൾ സത്യം തുറന്നു പറയുക? യാഥാർത്ഥ്യം എന്നാ ഗ്രഹിക്കുക? ഇതിനെന്നാ അവസരമുള്ളത്? എത്ര കാലഘട്ടം നമ്മളെ വെറുതെ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. സോദരം, ഞാൻ പറയട്ടെ, കർത്താവിന്റെ വരവിനെ ഒട്ടും പ്രതീക്ഷിക്കാത്തവരുടെ ബഹുപുരുഷാരം ഇന്ന് പെന്തക്കോസിന്റെ അകത്തുണ്ടെന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാവോ? കാരണം ഇതിന്റെ അകത്തുനിന്ന് കേൾക്കുന്ന പ്രോസ്പെരിറ്റി പ്രസംഗങ്ങളെല്ലാം യേശു ക്രിസ്തു ഉടനെ വരത്തില്ലെന്നുള്ള അവന്റെ ആശയിൽ നിന്ന് ഉളവെടുത്ത് തന്നെയാണ്. പ്രോസ്പെരിറ്റി തിയോളജി വേറെ വിഷയം, എങ്കിലും ഇത് പ്രസംഗിക്കുന്ന സമൃദ്ധി പ്രസംഗിച്ച് ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ പാർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാവരും കൂടെ എവിടെയാ പാർത്തെ? എല്ലാവരും കൂടെ ഒരുമിച്ച് പാർത്തൊരു സ്ഥലമില്ലേ? എവിടെയാ? ബാബേൽ ഗോപുരത്തിന് കീഴിൽ. അവിടെ എന്നാ സംഭവിച്ചേ? ഇനിയൊരു പ്രളയം വന്നാൽ നമ്മൾക്കൊരു പ്രയാസം ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നോണ്ട് എന്നാ ചെയ്യണം? നമുക്കൊരു വലിയ ഗോപുരം പണിയണം. ഇനി വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഓരോ നില കയറി നമുക്ക് വേണമെങ്കിൽ ആകാശത്തിന്റെ തട്ടും കയറി അങ്ങ് പോകാന്നുള്ളതാണ് അവരുടെ അറിവിരുന്നത്. അങ്ങനെ കൂടിയിരിക്കുന്ന ഒരവസ്ഥ അല്ലേ? അതൊരു വലിയ വിഷയമാണ്. നമുക്ക് കൂടിയിരിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് പോകണ്ട. ആര് കർത്താവിന്റെ വരവിൽ പോകരുത്. മനസ്സിലായി? കർത്താവിന്റെ വരവിൽ ആരും പോകരുത്. കാരണം നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് കൂടിയിരുന്നാൽ മതി. അവന്റെ കാഹള ശബ്ദം ഒന്നും കേൾക്കണ്ട. മനസ്സിലാകുന്നു? ഇനിയും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പണി ആകാശത്തോടെ ഉയർത്തണം. ഇന്ന് ഈ പണി ഞാൻ പറയട്ടെ, ഇന്ന് അദൃശ്യമായ പ്രസംഗങ്ങൾ, അദൃശ്യ മണ്ഡലത്തിൽ അനേകരുടെ പ്രോസ്പെരിറ്റി പ്രസംഗം കൊണ്ട് പണിത് ഉയർത്തിയിരിക്കുന്ന ബാബേൽ ഗോപുരങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ഗോപുരങ്ങൾ അനേകരുടെ നടുവിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് കേറാം, നേടാം, നമ്മൾ പ്രാപിക്കാം, നമുക്ക് ജയിക്കാം, നമ്മൾ നേടും, നമ്മൾ ജയം കൊള്ളും നിശ്ചയം. ഹല്ലേലൂയ.
ആ ഭാഗം ഒന്ന് എടുത്തേ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്തേ. സ്തോത്രം. നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകാം, അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 11-ാം അധ്യായം 1 മുതൽ വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു. അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും വശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. സ്തോത്രം. ഇവിടെ തിരിച്ചറിയണം, ഈ ഒരിക്കൽ ദൈവത്തിന്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിലായിരുന്നു എന്നുണ്ടായിരുന്നത് പ്രളയം ഉണ്ടായത്. ആ പ്രളയത്തിന് ശേഷം പ്രളയാനന്തരം ജനം വർദ്ധിച്ചു വരണം. അവരൊരിടത്ത് കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയല്ല. അവരോട് ചിതറിപ്പോകുവാൻ പറഞ്ഞു, അല്ലേ? അവരോട് ചിതറിപ്പോകുവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷ ഒരേ വാക്കും ആയിരുന്നു. ശ്രദ്ധിക്കണേ, ഇതാണ് പലരുടെ ആശ്വാസം. എല്ലാവരും ഒരേ വാക്കും ഒരേ ഭാഷയും ഒരേ വാക്കും, ആ ഒറ്റ കാര്യത്തിലാണ് ഐക്യത. മനസ്സിലാക്കണം കേട്ടോ. നമ്മെ എല്ലാരെയും ഇന്ന് സ്തോത്രം ഈ കൃപയിലേക്ക് നടത്തുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കൃപ പ്രാപിച്ചവരെല്ലാം നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, അപ്പോൾ തന്നെ മറ്റൊരാത്മാവും ഉണ്ട് ഇവിടെ. ഇതും പലരും മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധാത്മാവിടെ ഉള്ളതുപോലെ തന്നെ മറ്റൊരാത്മാവ്, വ്യാജത്തിന്റെ ആത്മാവിടെ ഉണ്ട്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ അങ്ങനെ പോകുന്നതിന് നടത്തേണ്ടതിന് ദൈവത്തിൽ നിന്ന് ഭോഷ്കിന്റെ ആത്മാവ് വരും. ഒത്തിരി ഇതിന്റെ ഇടയ്ക്ക് പലതും കയറി വരുന്നല്ലോ. ഒന്ന് വായിച്ചേ, അതും കൂടെ എടുക്കാം, ഇതെല്ലാം കൂടെ എടുക്കാം. ഞാനൊന്നും വായിച്ചോ. പറഞ്ഞു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് ഏതു പണികളും നോക്കി ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ? പണികളെല്ലാം ഇന്ന് സഭകളുടെ അകത്ത് നടക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ? എല്ലാരും അവർക്ക് ബോധിച്ച വഴികളിൽ നടന്നുകൊണ്ടാണ് ഇന്നിരിക്കുന്നത്. കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു, ഒരുങ്ങണം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല തികയ്ക്കണം, ദൈവജനം ഒരുങ്ങണം, ലോകത്തോട് പറയേണ്ടത് പറയണം. നോഹയുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നോഹയുടെ പണി ചെയ്യുമ്പോഴേ അവിടെ പലവിധമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ? പ്രതിഷേധങ്ങൾ എതിരായിട്ട് പലവിധ യോഗങ്ങളൊക്കെ ഉണ്ടായിന്ന് ഇരിക്കും. പക്ഷെ അതൊന്നും കൊണ്ട് നോഹ തന്റെ പണി നിർത്തുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം മുമ്പിൽ കണ്ട പ്രളയം താൻ ആത്മാവിൽ ദർശിച്ചതാണെങ്കിൽ ദർശനത്തിന്റെ നിവൃത്തിയിലേക്ക് വരുന്ന നോഹയെ ദൈവം അസാധാരണമായ വഴിയിൽ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു, അല്ലേ? ദൈവത്തിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് വിശുദ്ധന്മാർ ദൈവസഭയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വായിച്ച തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ അകത്ത് അതിന്റെ 9 മുതൽ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഇവിടെ സത്യത്തിന്റെ വഴിയിൽ പോകുവാൻ മനസ്സില്ലാതിരിക്കുന്ന ഒരു കൂട്ടം അവിടെയുണ്ട്. അപ്പോൾ ആ സത്യത്തിന്റെ വഴിയിൽ നിൽക്കാൻ മനസ്സില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ
തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ആമേൻ. നശിച്ചു പോകുന്നവർക്ക്, ഇവിടെ വായിക്കും നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ, ആമേൻ, വായിച്ചേ നമുക്ക് വായിക്കാം ഒന്ന്. നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നേ? രക്ഷയുടെ സത്യത്തെ അംഗീകരിക്കാൻ മനസ്സിലാതെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ അവൻ കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിനായി കാത്തിരിക്കും. ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടത്തിനായിട്ട് കാത്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വെളിപ്പാട് ദിവസം നമ്മൾ 21-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട യെരൂശലേമിന് വേണ്ടി കാത്തിരിക്കും. ആ പ്രിയ നഗരത്തിന് വേണ്ടി കാത്തിരിക്കും. ലക്ഷ്യമല്ല അതിനു വേണ്ടിയായിരിക്കും. പക്ഷെ ആ ലക്ഷ്യം മാറി ഇവിടെ തന്നെ നമുക്ക് കൂടിയിരിക്കണം, ഇവിടെ തന്നെ നമുക്ക് ജീവിക്കണം, നമ്മളെ തലമുറ ഇവിടെ ഉയർന്നു വരണം, ഇവിടെ വലിയവനാകാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടം. ഈ സമയം ഏതാണെന്നറിയാവോ? നോഹയുടെ കാലഘട്ടമായത്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും യെരൂശലേമിന് വേണ്ടി കാത്തിരിക്കണം. ചിലരൊന്നും ഒത്തിരി കേട്ടോ, ഈ സഭകളുടെ അകത്തെ പുതിയ തലമുറയെ സംബന്ധിച്ച് അവരോട് ഇപ്പൊ യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബൈബിൾ എന്താ പറയുക, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അറിവിലുണ്ടെങ്കിലും വിശ്വസിക്കുന്നില്ല അനേകര്. പിള്ളേർക്കൊന്നും ഒരു വിശ്വാസമായിട്ട് വന്നിട്ടില്ല. അത് ഞായറാഴ്ച അമ്മച്ചിമാര് പോയി കൈയടിക്കാൻ വേണ്ടി ഒരു പരിപാടി ഉണ്ടാക്കിയതാ. പിന്നെ സൺഡേ സ്കൂൾ ഉണ്ട്, ഇച്ചിരിയും കൂടെ മൂത്ത യൂത്ത് ഉണ്ട്. അത് കഴിയുമ്പോ പിന്നെ നമ്മുടെ തോന്നിവാസം നമ്മളെ വഴിക്ക്, പിന്നെ ചാകാൻ നേരത്തെ അങ്ങോട്ട് പോയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ചില പാരമ്പര്യ സഭകളുടെ അകത്ത് ചിലര് ജീവിച്ചിരിക്കുന്ന ചിലരുടെ ജീവിതശൈലി പോലെ തന്നെ ഇന്ന് പെന്തക്കോസിന്റെ ഇത് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ആർക്കും ഇത് വിശ്വസിക്കാൻ കഴിയാത്തത്? അപ്പോൾ യെരൂശലേമിന് വേണ്ടി കാത്തിരിക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി സഭയ്ക്കകത്ത് വന്നാലും നടത്തപ്പെടണം. പിടികിട്ടിയോ? എങ്ങനെ നടത്തപ്പെടണം? അതിനാണ് ആ വാക്യം അവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഈ വെളിപ്പാട് ദിവസം നമ്മൾ പഠിക്കുമ്പോ എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് മുമ്പേ ദൈവസഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടണം. അങ്ങനെയാണ് അതിന്റെ ടീച്ചിങ് കിടക്കുന്ന കാര്യം. ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ഇരിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ ശക്തിക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ ഇവിടെ ഇരിക്കുമ്പോൾ അവർ ഈ ഭൂമിയെ വാഴുകയാണ്. എന്നാൽ നാം എന്നിവിടെ നിന്ന് മാറ്റപ്പെടുന്നോ അന്ന് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പൂർണ്ണമായിട്ട് ഭൂമിയുടെ സകല മേഖലകളെയും സ്വാധീനിക്കുകയും കയ്യേറുകയും ചെയ്യും. അതിന് മുന്നോടിയായി ഒരുക്കപ്പെട്ടിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ചേർക്കാനാണ് യേശു ക്രിസ്തു വേഗം വരുവാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ അധർമ്മമൂർത്തിയുടെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ സ്പിരിറ്റ് ഉള്ളവർ സഭയ്ക്കകത്ത് മറ്റൊരു ലൈനിൽ കൂടെ എതിർ ക്രിസ്തുവിന്റെ കീഴിലേക്ക് ചെല്ലണം. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഇരിക്കുന്ന ജനം ബലത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചെല്ലുകയും വേണം. ഹല്ലേലൂയ. അതിന്റെ ഈ 7-ാം വാക്യം നമുക്കൊന്ന് 1 തെസ്സലോനിക്കർ 1-ന്റെ 6ഉം 7ഉം വായിക്കാം. അവിടെ വായിക്കുന്നത്, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള, അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന്. എത്രാം വാക്യം വായിക്കുന്നത്? 2 തെസ്സലോനിക്കർ 1-ന്റെ 6ഉം 7ഉം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത്. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യം 7-ാം വാക്യം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തെ അറിയാത്തവർക്ക് നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരാണെങ്കിൽ അവർ കേട്ടിട്ടുണ്ട്. അനുസരിക്കാത്ത ആരാ? അനുസരിക്കേണ്ടവരാ അനുസരിക്കാതെ വരുന്നത്. അനുസരിക്കേണ്ടവരാണ് അനുസരിക്കാതിരിക്കുന്നത്. അറിഞ്ഞവരാണ് അറിയാതിരിക്കുന്നത്. അറിയാത്തവരല്ല, ഒന്നുമേ കേൾക്കാത്തവരല്ല ഇത്. പിന്നെ ആരാണിത്? അപ്പോൾ സുവിശേഷം അനുസരിക്കാതിരിക്കുക. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ
പ്രത്യക്ഷനായി. അടുത്തത് വായിക്ക്. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. അപ്പോൾ ശ്രദ്ധ, ഇതാണ് നടക്കാൻ പോകുന്ന വലിയ മാസ്റ്റർ പ്ലാനിന്റെ ചില ഘടകങ്ങൾ, ചില ഇലമെന്റ്സ് ആണ് ഈ കാണുന്നത്. അടുത്ത അധ്യായത്തിൽ കാണുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഈ ക്രിസ്തുവിൽ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരെ നടത്തിക്കൊണ്ടുപോകാൻ ദൈവത്തിൽ നിന്നൊരു ആത്മാവ് വരണം. ആ ആത്മാവ് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരെ വേറെ ട്രാക്കിൽ കൂടെ നേരെ എതിർ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് എത്തിക്കുക. എത്തിക്കാൻ ആ ട്രാക്കിൽ കൂടെ പോകുന്നവരുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീരപ്രവർത്തികളുണ്ട്, എല്ലാം നടക്കും. അല്ലാതെ സഹോദരൻ, അവര് പരിശുദ്ധാത്മാവിനാൽ മാത്രമല്ല ദുരാത്മാവിനാലും ഇതെല്ലാം സംഭവിക്കും. അത് മറ്റേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണെന്ന് സങ്കല്പിക്കുക. ആ ട്രാക്കിൽ ചെന്ന് ചേരുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്തിലായിരിക്കും. കാര്യം അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ശക്തി അതിന്റെ പൂർണ്ണതോതിൽ വെളിപ്പെടുന്നത് ആ സമയത്തായിരിക്കും. പക്ഷെ ഇവരെ ചെന്ന് എത്തിക്കുന്നത് എതിർ ക്രിസ്തുവിനെ നേരെ കാണുമ്പോഴാണ് ഇവൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. ഇച്ചിരി കൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ, ആ ട്രാക്കിൽ പോകുന്നവന്മാര് ഇന്ന് അഭിഷേകവും അന്യഭാഷയും ചെയ്യുകയും അതുപോലെ തന്നെ സകല അത്ഭുത അടയാളവും ചെയ്തുകൊണ്ടിരിക്കും. എതിർ ക്രിസ്തു മുമ്പ് നിൽക്കുമ്പോഴും ഇവൻ രോഗശാന്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നിൽക്കുന്നില്ല. അപ്പോഴോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്നെങ്കിലും അത് കർത്താവിനല്ല ചെല്ലുന്നത്. കാര്യം സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിക്കാതിരിക്കുന്നവരിൽ ഇരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവല്ല അത് മറ്റൊരു ആത്മാവാണത്. അത് ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവാ. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ എന്താ? നമ്മൾ മനസ്സിലാക്കണം. സഭയ്ക്ക് തൻസമക്കേട് ബാധിച്ചവനെ കൈകാര്യം ചെയ്യാൻ സാത്താൻ വരും. അവൻ സാത്താൻ ബാധിച്ചതുകൊണ്ടാ. ഇല്ലെങ്കിൽ നല്ല കുഞ്ഞാവുമായിരുന്നു. അങ്ങനെയൊന്നും പുസ്തകം പറയുന്നില്ല. എന്റെ പൊന്നു കുഞ്ഞേ, അങ്ങനെയല്ലേ പറയുന്നേ? ചിലര് മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെയാണ്. അങ്ങനെയല്ല. ഈ റൂട്ട്, ഇത് ദൈവത്തിന്റെ പ്ലാനാണിത്. സഭയ്ക്കകത്ത് വന്നാലും സത്യം അനുസരിക്കാതിരിക്കുന്നവനെ കൊണ്ടുപോകണം. മനസ്സിലാക്കി കേട്ടോ? സ്വന്തം വീട്ടിൽ സ്വന്തം ഭർത്താവിനോട് കലഹിച്ചവര് ഭയങ്കര പ്രബലമായിട്ട് നടക്കുന്നുണ്ടോ? ഭാര്യയെ തല്ലുന്ന വാസ്തവന്മാര് ഭയങ്കര ശുശ്രൂഷയായിട്ട് നടക്കുന്നുണ്ടോ? ഭയങ്കര പരിപാടി നടക്കുന്നുണ്ടോ? ഡൈവോഴ്സ് കേസായിരിക്കും, വേറെ അവിഹിതം കാണും, പക്ഷെ സ്റ്റേജിൽ കയറി തിളങ്ങുന്ന നടക്കുന്നുണ്ടോ? ഇതാണ് ആത്മാവിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ മറ്റൊരു ലെവലിലാണ് നടക്കുന്നത്. വായിച്ചേ, ആ വാക്യം വായിച്ചാൽ തുടർന്ന് വായിച്ചേ. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. കണ്ടോ? ഇത് ദൈവസന്നിധിയിൽ നീതിയാകുന്ന എപ്പോഴാ എന്ന് പറഞ്ഞേ? ഇത് ദൈവസന്നിധിയിൽ നീതിയാകുന്ന എപ്പോഴാ? ഈ പറയപ്പെടുന്ന നമ്മൾ കർത്താവിന്റെ രാജ്യത്തിൽ, അല്ലെ, ദൈവസന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്കിത് നീതിയായിട്ട് കണക്കിടപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വായിച്ച സ്വർഗീയ യെരൂശലേമിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കൈപ്പണിയുള്ള നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട്, അല്ലേ? അതല്ലേ? കൈപ്പണിയല്ലാത്ത നിത്യഭവനം നമുക്ക് സ്വർഗത്തിൽ, ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടത്തിൽ നമ്മൾ ചെല്ലണം. അപ്പൊ കെട്ടിടത്തിൽ യെരൂശലേമിൽ കയറുന്നത് ആരാന്നറിയാവോ? ആരാ? അവിടെ വായിക്കുന്ന എന്താണ്? ഒന്നും കൂടെ വായിച്ച 7-ാം വാക്യം. സ്വർഗത്തിൽ അല്ലെങ്കിൽ സ്വർഗീയ യെരൂശലേമിൽ കയറുന്നവരാരാണ്? ദൈവത്തെ അറിയാത്തവർക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം ഭൂമിയിൽ കൊടുക്കുമ്പോൾ, ഞാൻ പറയുന്ന പ്രതികാരം ഭൂമിയിൽ കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് ഭൂമിയിൽ പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ സ്വർഗത്തിൽ ആശ്വാസം പകരം നൽകുന്നത് സ്വർഗത്തിൽ നീതിയല്ലോ. അങ്ങനെ വായിക്കണം. അത് പിടികിട്ടിയോ?
അതായത് ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെയും എനിക്ക് പ്രതിഫലം സ്വർഗത്തിലുണ്ട്. അവിടെ എന്റെ പേര് വിളിക്കും, എന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും സ്വർഗം കണ്ട് എന്നെ മാനിക്കുന്നൊരു ദിവസം. എന്നാൽ എന്നെ കഷ്ടപ്പെടുത്തിയവർ അവരെ എത്താതെ വണ്ണം അവരെ നടത്തേണ്ടതിന് മറ്റൊരു ആത്മാവ് ദൈവത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ബാധിക്കുകയും അവർ എതിർ ക്രിസ്തുവിന് മുമ്പിൽ എത്തുകയും അവിടെ പീഡനം അനുഭവിക്കുമ്പോൾ, ഇന്ന് സത്യത്തിന് വേണ്ടി നിലനിന്നവർ അവരുടെ ഉപദ്രവ നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ ആരും പ്രയാസപ്പെടരുത്. ഹല്ലേലൂയ. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുമ്പോ അവരെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നത്. അവിടെ വായിക്കുന്നുണ്ട് സ്തോത്രം, അതിന്റെ 6 മുതൽ വായിച്ചേ. 2-ന്റെ 6 മുതൽ. സമയത്തിന് മുമ്പേ ആ. വെളിപ്പെടാതിരിക്കേണ്ടതിന് ആ. ഇപ്പോൾ തടുക്കുന്നത് എന്താ എന്ന് നിങ്ങൾ അറിയുന്നു. എന്ത് തടുക്കുന്നത്? എന്ത് വെളിപ്പെടാതിരിക്കാൻ? മനസ്സിൽ ന്യായവിധി ഇപ്പൊ വെളിപ്പെടരുത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ കൃപയോടുകൂടെ നടക്കുന്നവർ ഇവിടെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പതുക്കെ പതുക്കെ വിശുദ്ധനെ പതുക്കെ ചേർക്കുകയാണ്. എന്നാൽ അപ്പുറത്ത് അനുസരണം കാണിച്ചുകൊണ്ടിരിക്കുന്നവന് അടി കിട്ടാതിരിക്കുമ്പോഴും അവൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താ ഇതിന്റെയൊക്കെ പിന്നിലെ ഘടകം എന്താണ്? ഹല്ലേലൂയ. അവരങ്ങനെ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആണ്. അപ്പൊ സമയത്തിന് മുമ്പേ എതിർ ക്രിസ്തു വെളിപ്പെടരുത്. എതിർ ക്രിസ്തു വെളിപ്പെടാതിരിക്കുന്നതിന് കാരണം എന്നാ? ഇവിടെ രക്ഷിക്കപ്പെടാതെ സഭയ്ക്കകത്ത് കയറിയിരിക്കുന്ന ചിലർ എതിർ ക്രിസ്തുവിന്റെ കൂടെ പോകണം. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? വിശുദ്ധന്മാര്, ദൈവത്താൽ വിളിക്കപ്പെട്ടവര് പല കഷ്ടങ്ങൾ ഇവിടെ അനുഭവിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ കഷ്ടത അനുഭവിച്ച് ഇത് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കാഹളം ധരിക്കും, മരിച്ചവരൊരുക്കും. ജീവനോട് ശേഷം നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിന് എതിരേപ്പം നാം മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. നാം എടുക്കപ്പെടുമ്പോഴും കൈവിടപ്പെടുന്നവൻ ഇവിടെ കൃപാവരങ്ങളിൽ ജ്വലിച്ചു നിൽക്കുകയായിരിക്കും. അവരുടെ മീറ്റിങ്ങുകൾ അന്നും കാണും. അവിടെ പവർ കോൺഫറൻസുകളും വിടുതൽ ശുശ്രൂഷയും ശാപം മുറിക്കലൊക്കെ അപ്പോഴും നടന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ അപകടം എന്നാന്ന്? വായിച്ചേട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാരം. ഈ നശിച്ചു പോകുന്നത് ആരാണ്? ദൈവത്തെ അറിയാത്തവരും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സുവിശേഷം അനുസരിക്കാത്തവരാണ് നശിച്ചു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷം അനുസരിക്കാത്തവർ നശിച്ചു പോകും. പിടികിട്ടിയോ? അപ്പോൾ നശിച്ചു പോകുന്നവരുടെ മേൽ എന്താ വരിക്കുന്നത്? ഇപ്പൊ വായിച്ച വാക്യം വായിച്ചേ. അതായത് മനസ്സിലാക്കണം, സ്നാനപ്പെട്ടാലും സുവിശേഷ ഹൃദയത്തിൽ വരാത്തവർ നശിച്ചവരാ. ഹൃദയത്തിൽ സുവിശേഷം വെളിപ്പെടാത്തവർ നശിച്ചു പോകുന്നവരാണ്. ഹല്ലേലൂയ. ക്രിസ്തു രക്ഷകനാണെന്ന് വെളിപ്പെടുത്താൻ കഴിയാത്ത ബന്ധക്കോസുകാരൻ ആരാണെങ്കിലും അവൻ നാശത്തിൽ തന്നെയാ. എന്നാൽ സംഘടനകൾ ചെയ്യുന്ന എന്നാന്നറിയാമോ? സംഘടന മീൻസ് എല്ലാ മേഖലയിൽ ക്ലാസിക്കൽ ചർച്ചകൾ ചെയ്യുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകും. അതാ പറ്റുള്ളൂ. കാര്യം ഇരിക്കുന്നവൻ ഇവന്റെ കയ്യിലെ പൈസ പ്രതീക്ഷിച്ചാണ് ഈ ബാബേൽ ഗോപുരം പണിതേക്കുന്നത്. ഇവന്റെ പ്രസ്ഥാനമാണ് ബാബേൽ ഗോപുരം. ഈ പണം കൊണ്ട് പണിതേക്കുന്ന എല്ലാവരും പോവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇടയിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഗോപുരം ഇടിയും. പക്ഷെ ഈ ഗോപുരം ഇടിയരുന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് എത്രത്തോളം ഇടിയാതിരിക്കണം? എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ ഇടിയാതിരിക്കണം കേട്ടോ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഈ പോക്ക്. വായിച്ചേ. വായിച്ചോ. നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ. അതായത് ഇവർ എത്ര അനീതി പ്രവർത്തിച്ചാലും അടുത്ത ദിവസം ഇവൻ കൈ വീശുമ്പോൾ അനേകരും അറിഞ്ഞു വീഴും. ഇവൻ കൈവച്ചാൽ രോഗം സൗഖ്യമാകും. ഭയങ്കര അഭിഷേകത്തിന്റെ കൃപാവ്യാപാരം അവിടെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഇത് വരുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അധർമ്മ അനീതിയുടെ സകല, ഇവിടെ വായിക്കുന്നുണ്ടാണ് സ്തോത്രം. വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും കണ്ടോ? അനീതിയുടെ സകല വഞ്ചന. ഇവര് എത്ര പേരെ തട്ടിച്ചാലും വീണ്ടും സ്റ്റേജിൽ കാണും.
പിടികിട്ടിയോ? അതാണ് അതിന്റെ കാര്യം. ഇവരെത്ര പേര് കണ്ണുനീർ കുടിപ്പിച്ചാൽ ഇവൻ സ്റ്റേജിൽ കാണും. എത്ര കുടുംബങ്ങളെ തകർത്തെറിഞ്ഞാൽ ഇവൻ സ്റ്റേജിൽ കാണും. അത് ഇതാണ് കാരണം. ഇത് നമ്മളിത് ഇങ്ങനെ ഗ്രഹിച്ചാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം, സുവിശേഷത്തിൽ നിൽക്കാൻ കഴിയാത്തവൻ മനസ്സിലാക്കണം, അവരുടെ ജീവിത സാക്ഷ്യം ഇല്ലാത്തവനും നോക്കിക്കോണം. ജീവിതത്തിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടവനും സ്തോത്രം, അതുപോലെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കാത്തവനെയൊക്കെ വളരെ സൂക്ഷിച്ചോണം. അവനിൽ കൂടെ നടക്കുന്ന അത്ഭുത അടയാളവും പരിശുദ്ധാത്മാവിനാൽ അല്ല. ഹല്ലേലൂയ. ഇന്ന് ഇത് പറയാൻ അനേകർ വരേണ്ടതുണ്ട്. ആരെയും കാണുന്നില്ല, ഭാഷണമില്ല, വാക്കുകളില്ല, ആരെയും കാണാനുമില്ല. ഇല്ല, ഇത് പറയാൻ ആളില്ല, ഇത് പറയാൻ ആളില്ല. ഇന്ന് മീറ്റിംഗ് എന്നാന്നറിയോ? നീ ആ വ്യക്തി പ്രാർത്ഥി വിടുതലായോ, അത് പരിശുദ്ധാത്മ. ഇത് പറയുന്നത് ഇതിൻ്റെ അകത്ത് 40ഉം 50ഉം വർഷം വേദപുസ്തകം തല ചുമന്ന് നടന്നവന്മാരാണ് ഇത് പറയുന്നത്. ഇത് ഏത് ആത്മാവാന്ന് വിവേചിക്കണമെന്ന് അപ്പോസ്തലനോട് പരിശുദ്ധാത്മ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുത്തരെ വിവേചിക്കാൻ ഈ ലീഡേഴ്സ് സമ്മതിക്കത്തില്ല. അതാണ് ഭയങ്കരം. ആരെ വിവേചിക്കാൻ അനുവദിക്കാത്ത നേതൃത്വം വരാം. കാരണം എന്നാ? വിവേചിച്ചാൽ, ഇതിന്റെ പൊള്ള മനസ്സിലായാൽ അവർ ഇട്ടിട്ട് പോകുമെന്ന് കണ്ട് പേടിച്ച്. കാരണം ബാബേൽ ഗോപുരം ഇടിഞ്ഞു വീഴുന്നേ. നമ്മൾ എത്ര തലമുറയായിട്ട് പണിതുകൊണ്ട് വന്നേക്കുന്ന അല്ലേ? തലമുറയായി വൈബ്രേഷൻ മാത്രം കാണാം. അവസാനം വായിച്ചെടുത്ത് അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ കണ്ടോ? അപ്പോ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ. അപ്പൊ കൈക്കൊള്ളാതെ എറിഞ്ഞു കളയാനും പറ്റും ഇത്. എന്നിട്ട് അത്ഭുതം ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റേജ് ഇതിൻ്റെ അകത്തുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? ഇതിന്റെ അകത്ത് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതെ അതിനെ എറിഞ്ഞു കളഞ്ഞാലും നീ പാസ്റ്റർ അല്ലാതിരിക്കുന്നില്ല, പ്രവാചകനല്ലാതിരിക്കുന്നില്ല, അപ്പോസ്തലനല്ലാതിരിക്കുന്നില്ല, സുവിശേഷകനല്ലാതിരിക്കുന്നില്ല, ഉപദേഷ്ടാവല്ലാതിരിക്കുന്നില്ല. നീ എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ നിന്നെ നടത്തുന്ന ആത്മാവ് വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നീ ബഹളം ഉണ്ടാക്കിയാലും മക്കളോട് ഉപദ്രവിച്ചാലും സ്വന്തം ജീവിതത്തിൽ സാക്ഷി തട്ടപ്പെട്ടെന്നാല് കൈവൊക്കിയൊന്നും ആരാധിച്ചപ്പോൾ ജനമല്ലേ ഇളകുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അനേകരുണ്ട്. ഒരിക്കലും ഒരു വ്യക്തി പറയുന്നുണ്ടോ, എത്ര വാദം ചെയ്തിട്ട് വന്നാലും എഴുന്നിട്ട് എന്ന് കർത്താവേന്ന് പറയുമ്പോ ജനം ഇളകുക. നേടാ, ഇത് വേറെ ആത്മാവാ. എന്നിട്ട് ഈ വിവേചനപരമില്ലാത്ത ഡിഗ്രികൾ കെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന പാസ്റ്റർമാര് പറയുന്ന കാര്യം എന്താണെന്നറിയോ? അയ്യോ എന്തൊരു ശുശ്രൂഷയാണെന്നറിയാവോ, എനിക്ക് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോന്നു. ഇവന്റെ ഒച്ച കേൾക്കുമ്പോഴാണ് എനിക്ക് കണ്ണ് തള്ളിപ്പോന്നു. ഇവനൊന്നും മനസ്സിലാകുന്നില്ല. അതായത് ബഹുഭൂരിപക്ഷം ജനത്തിന് വിവേചനപരമില്ലെന്ന്. അതാണ് വലിയ പ്രശ്നം. വിവേചനപരം എന്ന് പറയുന്നത് വിവേചനപരം അത്യാവശ്യമാ. എന്നാൽ ഇവരിലൊന്നും ഈ വിവേചനപരമില്ല. ഒത്തിരി പേരിൽ വിവേചനപരമില്ല. ആ ഡിസൈനിങ് മനസ്സിലാവുന്നുണ്ടോ? അതിനെ ഡിസൈൻ ചെയ്യാനുള്ള ആ കൃപ ഇല്ലാത്തവരാണ്. നമ്മൾ പ്രാർത്ഥിച്ച് വിവേചിച്ച് മനസ്സിലാക്കണം. എന്റെ മുമ്പിൽ ഈ ശുശ്രൂഷിക്കുന്നവൻ ഏത് ആത്മാവിലാണ് നിൽക്കുന്നത്? ഇവന്റെ വായിലൂടെ വരുന്ന വചനവും തിരുവെടുത്തുമായിട്ട് ബന്ധമുണ്ട്. ചിലർക്ക് പുസ്തകം തുറക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു രോഗമുണ്ട്. ബൈബിൾ കൊണ്ട് ഇങ്ങനെ വെച്ചേക്കും, ഈ എന്നെ എലിപ്പെട്ടി കൊണ്ട് വെച്ചേക്കുന്നവരിക്കും. എന്നിട്ട് ഒരിക്കലും പുസ്തകം വേദപുസ്തകം തുറക്കത്തില്ല. ഇവനെല്ലാം കിട്ടുന്നുണ്ടെന്നാ പറയുന്നത്. നീ അങ്ങനെ കിട്ടണ്ട. നീ വേദപുസ്തകം തുറന്ന് വായിച്ച ചിലപ്പോ നിന്റെ ഉള്ളിലെ ഭൂതം പോയാലോ, അല്ലേ? അവനിരിക്കുന്ന ഭൂതം പോയാലോ? ആര് വിവേചിച്ചു മനസ്സിലാക്കണം. ഇന്ന് അനേകർ വിവേചനപരമില്ല. ഹല്ലേലൂയ. ചിലരില് നമ്മൾ ഞാൻ പറയട്ടെ, പറയുന്നത് കുറ്റമല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ബഹുഭൂരിപക്ഷം ഈ ഇമോഷണൽ ആകുന്നത് സഹോദരിമാരാ. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആണ്. പെട്ടെന്ന് നിറവും വരങ്ങളൊക്കെ ജ്വലിപ്പിക്കുന്നത് പെട്ടെന്ന് സഹോദരിമാരാ. പക്ഷെ ഇവരിലിരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, മിക്കതിലും ഭൂതാത്മാവുണ്ട്. കാര്യം ഇവരെ ശരിക്കും പരീക്ഷിച്ച ജീവിതത്തിൽ വലിയ കുറവിന് ഉടമകളാണ്. പക്ഷെ ഇവര് വന്നിരുന്ന കൈയടിക്കാൻ പറ്റുന്നതുകൊണ്ട് അന്യഭാഷ വരുന്നുണ്ട്. അപ്പൊ ചിന്തിക്കും, അന്യഭാഷയുണ്ട് കൈയടിക്കുന്നെങ്കിൽ അവര് കൊലപാതകം ചെയ്താലും നോക്കണ്ട, അല്ലേ? അങ്ങനെയുള്ള ഒരു എഴുതാത്ത അലിഖിത നിയമം സഭയ്ക്കകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം ചോദിക്കണം. ഇപ്പൊ ഒരു സഹോദരി ഭയങ്കര പ്രവചനമാണ്. ആദ്യം ചോദിക്കണം, വീട്ടിൽ അച്ചായൻ എന്നാ ചെയ്യുന്നു?
പൂട്ടിയിട്ടിട്ടാണോ വന്നേ? പൂട്ടിയിട്ടിട്ടാണോ വന്നേ? അപ്പൊ ആദ്യം ചോദിക്കണം, വേർ ഈസ് യുവർ ഫാമിലി? ആദ്യം നിന്റെ ഹസ്ബൻഡ് എന്തിയേ, നിന്റെ ഭർത്താവ് എന്തിയേ, എന്ത് ചെയ്യുന്നു? ഓ, ഞാൻ ഒരു വിശ്വാസത്തിലല്ല. ഒന്ന്. അടുത്തത്, ഞാൻ എപ്പോ ചെയ്യുന്നു? ഞാൻ വിശ്വാസത്താൽ ഇത് ചെയ്യുന്നതാണ്, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. ഓക്കെ. പിന്നെ ഞാൻ ചെന്നിടത്തൊക്കെ വിടുതലുണ്ട്, ഒന്നിനും കുറവില്ല. ചെന്ന് നിൽക്കുമ്പോഴേ പിശാച് ഒരു പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്തിലേക്ക് പാഞ്ഞു പോകുന്നുണ്ട്, അല്ലേ? പിന്നെ അവർക്ക് പ്രത്യേക ടോണുണ്ട്, എയർ കലർന്ന ഒരു ശബ്ദമുണ്ട്. അതിലൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്, അല്ലേ? മനസ്സിലാക്കിക്കോണം, സാക്ഷ്യമില്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് ഇറക്കി വിട്ടോണം. കെട്ടിയവനുമായിട്ട് അടിയുണ്ടാക്കിയവനും പ്രശ്നം ഉണ്ടാക്കാൻ ഇവരിൽ കാര്യം ഭവനത്തിൽ പിശാച് കയറി ഇരിക്കുക. അവനെ ഇറക്കാൻ ഇവന്റെ ആത്മാവിന് കഴിക്കില്ലെന്ന് ഓർക്കണം. കാര്യം ആ ആത്മാവാണ് ഇവിടെ വിട്ടത് ഇങ്ങോട്ട്. ചിലര് ഭാര്യനെ ഡൈവോഴ്സ് ചെയ്തിട്ട് ശുശ്രൂഷ കിടക്കുന്നുണ്ട്. ചോദിക്കും, പറയും ഇല്ലെന്ന്. വിവാഹം കഴിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത്. വിവാഹം കഴിയാത്തവർ അവരുടെ ശരീരത്തിലും ആത്മാവ് വിശുദ്ധിയായി ദൈവത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കണം. ഇത് കെട്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കെട്ടിയിട്ട് ഭാര്യ ഒന്നാം കുടി, രണ്ടാം കുടി, മൂന്നാം കുടി, അല്ലെ? ഒന്നാം കുടിയിലെ മക്കൾ, രണ്ടാം കുടിയിലെ മക്കൾ, മൂന്നാം കുടിയിലെ മക്കൾ, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ ഇവർക്ക് എന്താ ശുശ്രൂഷ അങ്ങോട്ട് കയറി നിന്നാ മതി, അങ്ങ് വെളിപ്പെടുകയാണ്, അങ്ങോട്ട് കാര്യങ്ങൾ അങ്ങ് വെളിപ്പെടുകയാണ്. മനസ്സിലാക്കിക്കണം, സാക്ഷ്യം നഷ്ടപ്പെട്ടേക്കുവാണ്. കാര്യം അങ്ങനെയുള്ളവരെ നടത്തുന്ന ആത്മാവ് തെസ്സലോനിക്ക ലേഖനത്തിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ. ഹല്ലേലൂയ. കൈക്കൊള്ളായകയാൽ. സോദരൻ, നമ്മൾ വായിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ലേഡി, അവരുടെ ജീവിതം ഒരു അവിശ്വാസിയായ ഭർത്താവ് കണ്ടാൽ, ആ വാക്യം എടുത്തോ, ആ വർഷത്വം എടുത്തു കഴിഞ്ഞാൽ അവരുടെ നടപ്പ് കണ്ട് അവരോട് ചേർന്ന് വരുവാൻ ഇടയാകണം, അല്ലേ? അങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. എവിടെയാ കിടക്കുന്നേ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആ വാക്യം കിട്ടുമോ? സ്തോത്രം. പെട്ടെന്ന് കയറി വന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് എടുത്തത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കിട്ടിയില്ല? ഹല്ലേലൂയ. കിട്ടിയോ? സ്തോത്രം. അത് വിട്ടേക്ക്. ഹല്ലേലൂയ. തുറന്നു വായിച്ചേ. അവിടെ വായിക്കുന്നതിന് അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം. അതായത് വാക്യം ഇതാണ്. അതായത് ഒരു അവിശ്വാസിയായ ഭർത്താവുള്ളൊരു സ്ത്രീ, അവളുടെ നല്ല നടപ്പ് കണ്ടിട്ട് ഭർത്താവ് അവളോടുകൂടെ ചേർന്ന് വരുവാൻ ഇടയാകും, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ അത് ചേർന്ന് വരുവാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല നടപ്പ് കാണണം. ഇത് അവിശ്വാസിയും വിശ്വാസിയുള്ള കാര്യമാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയെ വന്നിട്ട് ഭാര്യ പിണങ്ങി വീടിന്റെ അകത്ത് മൂങ്ങായിരിക്കുന്ന പോലെ ഇരുന്നിട്ട് വചനം പറയുന്നു ഇങ്ങനെയല്ലെന്ന്, ആ പണി നടക്കത്തില്ല. അവിടെ വചനം പറയുന്നു, വചനം അനുസരിക്കണം. ഇത് ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ തെസ്സലോനിക്ക ലേഖനത്തിന്റെ അകത്ത് ഇത് പറയണമെന്നുണ്ടെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ജാതികളിൽ രക്ഷിക്കപ്പെടാത്തവരിലെല്ലാം ഈ സ്പിരിറ്റാണ് ഇരിക്കുന്നത്. എല്ലാ മനുഷ്യരും, രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യരിലെല്ലാം അവരെ നടത്തുന്നത്, അവരുടെ മനസ്സും അവരുടെ ഹൃദയം അവരുടെ ജീവിതം എല്ലാം അതിലേക്ക് നടത്തിക്കൊണ്ടു പോവുകയാണ്. നമുക്കിത് കാണാൻ സാധിക്കും.
ആണ് നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മളോട് ദൈവത്തിന്റെ കൃപയെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറയുന്നതിന് കാരണം ഇതാണ്. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ വാക്യം വായിക്കുമ്പോൾ അതിന്റെ 10-ാം വാക്യം വായിച്ചേ. 2:10. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും അതായത് ഇവരുടെ ജീവിതത്തിൽ ഒരുവിധ ഗുണമില്ലാതിരിക്കുമ്പോഴും നന്മയും ഫലങ്ങളില്ലാതിരിക്കുമ്പോഴും ഇവർ വിശ്വാസിയായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു. അവിടെ പറയുന്നത് എന്താണ്? സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും. അപ്പോൾ അനീതി എന്താ നിന്റെ? അതായത് സുവിശേഷത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ അവർ ക്രിസ്തുവിൽ അവർ സ്വന്തം വീട്ടുജനനം പ്രാപിക്കാതെ സുവിശേഷത്തിൽ നിൽക്കാതെ അവർ സ്വന്തം മറ്റൊരാത്മാവിന് അധീനമാവുകയാണ്. ജീവിതത്തിൽ സാക്ഷ്യമില്ല, പാപസ്വഭാവത്തിന് വിധേയപ്പെട്ട് കിടക്കുന്ന അങ്ങനെയുള്ളവരെ നടത്താൻ സഭയ്ക്കകത്തും മറ്റൊരാത്മാവിനെ ദൈവം നിയമിച്ചാക്കുകയാണ്. വായിച്ചേ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും. അപ്പോൾ നമ്മൾ പലരും മനസ്സിലാകുന്നുണ്ട്, രാഷ്ട്രീയം കളിച്ച് ആ വിഷയം ഈ വിഷയം എല്ലാം കളിച്ച് നടക്കുമ്പോൾ ഇവര് അടുത്തിരിക്കുന്ന സഹോദരനെ കുറിച്ചും കൂട്ടുവേലക്കാരനെ കുറിച്ചൊക്കെ ദോഷം പറയാൻ മടി കാണിക്കാതിരിക്കുകയും തൊട്ടടുത്ത ദിവസം കർത്തൃമേശയുടെ സഭായോഗം നടത്തുകയും എന്നിട്ട് ആത്മാവിലാവുകയൊക്കെ ചെയ്യുന്നതിന് കാരണം മനസ്സിലായോ? ഇതാണ് ആ വാക്യം. അങ്ങനെയുള്ളവർ ഇവിടെ എല്ലാം ചെയ്യുമ്പോൾ എല്ലാ അനീതിയിലും രസിക്കുന്നത് കാണുമ്പോൾ അയ്യോ ഇതാരും കാണുന്നില്ല എന്ന് അഭിഷേകം പ്രാപിച്ചവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സിലാക്കണം, നീ അങ്ങനെ ചോദിച്ചെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവ്, നീ ആരെ കണ്ടോ അവൻ സഭയ്ക്കകത്ത് ഈ എല്ലാ പ്രവൃത്തിയും ചെയ്തിട്ട് ഒരു കൂസല്ല നടക്കുന്ന അവന്റെ കാര്യം നടക്കുന്നുണ്ടല്ലോ എന്ന് നീ ഓർത്ത് ഭാരപ്പെടരുത്. കാര്യം അവൻ നേരെ തീരാൻ പോകുന്നു, തീക്കകത്തേക്ക് ചാടാൻ പോകുന്നതിന്റെ മുന്നോടിയാണത്. ആമേൻ, സ്തോത്രം. അത് വായിക്കുന്ന എന്താണ്? ആമേൻ. ദൈവം അവർക്ക് ഭോഷ്ക്ക്, അത് സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതിന്റെ 1-ാം അധ്യായം സ്തോത്രം അതിന്റെ 7-ാം വാക്യം വായിക്കും. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും. അപ്പൊ സുവിശേഷം അനുസരിക്കാത്തവരുടെ കാറ്റഗറിയിലേക്ക് ഇവര് പോവുകയാണ്. ഇവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. ഇവർക്ക് സാക്ഷ്യവചന ഹേതുവായിട്ടല്ല ഇവർ അറിയപ്പെടുന്നത്, ഇവരുടെ അത്ഭുത അടയാള നിമിത്തമാണ്. ഇവർക്ക് ദൂതകൾ മാത്രമേ ഉള്ളൂ, സുവിശേഷമില്ല. മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ ക്ലിയർ ആയിട്ട് നടക്കാനായിട്ട് പറയില്ല. ഹല്ലേലൂയ. അനേക കുടുംബങ്ങൾ ഇതുപോലെ സാത്താന്റെ ബന്ധനത്തിൽ കിടക്കുകയാണ്. നമുക്കെല്ലാം കൈപിടിച്ച് പ്രാർത്ഥിച്ചാലൊന്നും ഒന്നും നടക്കൂല. ഇവിടെ വചനം കൊണ്ടാ വെട്ടേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം പാപ സ്വഭാവത്തെ ഉപേക്ഷിക്കണം. ആമേൻ. പാപ സ്വഭാവത്തെ ഉപേക്ഷിക്കണം. ആമേൻ. ഇന്ന് പാപ സ്വഭാവങ്ങൾ അനവധിയാ. ഇതിനെ ഉപേക്ഷിക്കാൻ പാസ്റ്റർമാർ പറയില്ല. കാര്യം പറഞ്ഞാൽ അവന് സ്ഥലം മാറ്റം കിട്ടുമെന്ന് പേടിച്ചിട്ട് പറയില്ല. പിന്നെ ഒരു ഗുണമില്ലാത്ത സഭകളിൽ നല്ല ഉണർവുണ്ട്. കാരണം ഒന്നും കിട്ടാത്തത് കൊണ്ട് സത്യം പറയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെയല്ല, ഇന്ന് ഈ ഇരിക്കുന്ന സഭയിൽ അടുത്ത സഭയിലേക്ക് പോകും, അത് കഴിഞ്ഞ് അടുത്ത സഭയിലേക്ക് പോകും. ഇങ്ങനെ സ്ഥലം മാറ്റത്തിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് ഒന്നും തുറന്നു പറയണ്ട. കിട്ടതും മേടിച്ച് നന്മ അനുഭവിക്കുവാനായിട്ട് ഇന്ന് ആരും വാർത്തിട്ടില്ലാത്ത വീടും നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോപ്പിനും വേണ്ടിയാണല്ലോ സ്ഥലം മാറ്റം മേടിച്ച് പോകുന്നത്. ഇതിനെല്ലാം കണക്ക് പറയുന്നൊരു ദിവസമുണ്ട്. വായിച്ചാട്ടെ. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും, ശ്രദ്ധിക്കണേ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നമ്മളിൽ പരിശുദ്ധാത്മായിരിക്കും. നമ്മുടെ സ്വഭാവത്തിൽ വിശുദ്ധി കാണണം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാണണം, നമ്മുടെ ചിന്തയിൽ വിശുദ്ധി കാണണം. നമ്മൾ ഈ ലോകത്തിൽ ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് ഇതുവരെ വന്നിട്ടില്ല, വരണം. അത് കർത്താവിന്റെ വരവിൽ ഇത് രൂപാന്തരപ്പെടും. എന്നാൽ നമ്മൾ ഈ ജഡശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പാപ ചിന്തകൾ, പാപ വഴികൾ കയറി വരും.
നമ്മൾ എഫേസ്യ ലേഖനത്തിന് നമ്മൾ കണ്ടതുപോലെ പാപത്തിന്റെ ചിന്തകളും നിരൂപണങ്ങളും നമ്മൾ വരുമ്പോൾ നമ്മൾ അതിനെ ഗൂഢമായി പറവാൻ ലജ്ജയാവുന്ന കാര്യങ്ങൾ വരെയും ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിനെ ശാസിക്കണം. അതിനെ ശാസിക്കുമ്പോൾ സകലത്തിനും അത് തെളിവായി വെളിപ്പെടും, വെളിച്ചം വരുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആ പാപത്തെ നമ്മൾ ശാസിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വെളിച്ചം വരുന്നത്. എല്ലാ പാപവും ആദ്യം ഉടലെടുക്കുന്നത് ഹൃദയത്തിലാണ്, മനസ്സിലാണ്. ശ്രദ്ധിക്കണേ, ഈ പാപം ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ അതിനെ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അത് വേണ്ട എന്ന് വെക്കണം. അതിന് വേണ്ട, അരുത്. നമുക്കറിയാം, നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാം വചനവിരുദ്ധമായ കാര്യങ്ങൾ പലതും വരുമ്പോൾ അതിനോട് നോ പറയണം. പക്ഷേ അത് നോ പറയാതെ രസിക്കാൻ തുടങ്ങുന്നവരുടെ മേലാണ് ഈ മറ്റൊരാത്മാവ് വരുന്നത്. അതായത് ആ തുടക്കം എവിടെയാണെന്നറിയോ? ഇത് ഹൃദയത്തിലാണ് തുടങ്ങുന്നേ. തുടക്കത്തിൽ ഇതെവിടെയാ? ഇത് ഹൃദയത്തിലാണ് തുടങ്ങുന്നത്. ഹൃദയത്തിൽ ഒരുവൻ പാപം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ഒരുവനെ തല്ലണമെന്ന് അവന്റെ വഴികൾക്ക് നേരെ സംസാരിക്കുന്ന ഒരുവനെ ഉടനെ തല്ലണം. തല്ലുന്ന ആരെ? സഭയിലെ പാസ്റ്ററായിരിക്കും തല്ലാനിരിക്കുന്നത്. ആ ചിന്ത വരുമ്പോൾ അയ്യോ ഇത് ഞാൻ പാടില്ല, തല്ലുകാരനാവും ഒരുവൻ ദൈവസന്നിധി പോകില്ല. എവിടെ പോകില്ല? യെരൂശലേമിലേക്ക് ചെല്ലത്തില്ല. സ്വർഗീയ യെരൂശലേമിൽ ചെല്ലത്തില്ലെന്ന് തിരിച്ചറിയുമ്പോൾ എന്റെ നിത്യതയ്ക്ക് എന്റെ ഹൃദയത്തിലെ ചിന്ത തടസ്സമാണ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ എന്നിൽ ബലപ്പെടണമേ, എന്റെ മനസ്സിൽ നിന്ന് ആ ചിന്ത മാറണമെന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോ ദൈവത്തിന്റെ കൃപ ഇരട്ടിയായിട്ട് പകരും. മനസ്സിലാവുന്നുണ്ടോ? ഇന്നുണ്ടാകുന്ന കാര്യം എന്നാണെന്നറിയാവോ? ഇപ്പോ എനിക്ക് ഒരുത്തനെ ഇഷ്ടമല്ല, എനിക്ക് അവനോട് 2 എണ്ണം പറയണം, അല്ലേ? എനിക്ക് 2 എണ്ണം അവനോട് പറയണം. അങ്ങനെ പറയണമെന്ന് തോന്നുമ്പോൾ 2 പറയാൻ തീരുമാനിക്കും. 2000 വാക്ക് വായിൽ ഉൾക്കൊള്ളും. അവനെ കണ്ടു വരുമ്പോ കാളം പോളം അതും ഇതെല്ലാം പറഞ്ഞ് പാപം ചെയ്യുകയാണ്. എന്നാൽ മനസ്സിലാക്കണം, ഹൃദയത്തിലേക്ക് അവനെതിരെ 2 എണ്ണം പറയാൻ നാവിലേക്ക് ഇങ്ങനെ വരുമ്പോൾ യേശുവിന്റെ രക്തം ജയമെന്ന് പറഞ്ഞ് അതിനെ ജയിക്കണം. ഈ പാപം ചെയ്യാൻ, പാപത്തെ ജയിക്കാതെ പാപനിമിത്തം പരാജയപ്പെട്ടു പോയവരാന്ന് ഓർക്കണം ഈ സാത്താന്റെ ബന്ധനത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത് നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ട്. അല്ലാതെ ഇത് ചിലർക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്നല്ല. ഒരുപക്ഷെ ഈ സഭായോഗം കഴിഞ്ഞു പോകും, താഴോട്ടിറങ്ങുമ്പോൾ മറ്റൊന്നായിരിക്കും കാണുന്നത്, വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊന്നായിരിക്കും കേൾക്കുന്നത്. അത് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വഴി തുറക്കുകയാണ്, നിങ്ങൾ വീഴുവാനുള്ള വഴി തുറക്കുകയാണ്. അവിടെ നിങ്ങൾ കൃപ പ്രാപിച്ച് പാപം ചെയ്യാതെ സൂക്ഷിച്ചാൽ മാത്രമാണ് ദൈവരാജ്യത്തിൽ പോകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ സ്നാനപ്പെട്ടു എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറ്റത്തില്ല. സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് എന്ന് പറഞ്ഞേ? എന്തിനാ സ്ഥാനമുള്ളത്? മക്കൾക്കാണോ സ്ഥാനം? കൊച്ചുമക്കൾക്കാണോ സ്ഥാനം? പണത്തിനാണോ സ്ഥാനം? ഇങ്ങനെ ഏതിനെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പോകത്തില്ല. നിങ്ങളത് ഉപേക്ഷിക്കണം. കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് എന്റെ മനസ്സ്, ഹൃദയം നിറയ്ക്കണം. ഇത് പ്രാർത്ഥിക്കണം. കർത്താവേ, രക്ഷയുടെ പ്രത്യാശ എന്റെ ഉള്ളത്തിൽ തരണം. പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങൾ കണ്ണുനീരെടുക്കണം. എങ്കിൽ മാത്രമാണ് ദൈവ രാജ്യത്തിലേക്ക് പോകത്തുള്ളൂ. കാരണം ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ, നമ്മെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നത്, ആത്മാവിന് അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം. ആ ആത്മാവ് എന്താ നമ്മൾ ചെയ്യുന്നത്? അവിടെ വായിക്കുന്നതാണ്, കർത്താവ്, സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. കണ്ടോ? അതായത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നപ്പോൾ കർത്താവിന്റെ പ്ലെഡ്ജ് എന്താണെന്നറിയാവോ? കർത്താവ് നമ്മളോട് ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ എന്താണെന്നറിയാവോ? എന്റെ ആത്മാവ് നിന്നിൽ തന്നു, നിന്നെ എന്റെ പുത്രൻ എന്നോട് അനുരൂപപ്പെടുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്നെ അനാദി നിത്യയിൽ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ളവരോടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ള നിങ്ങൾ എങ്ങനെ ഇതിനെ ജയിക്കണമെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും പല ചിന്തകൾ വരും, അതിനെ നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ സഹോദരൻ, നിങ്ങളുടെ പിതാക്കന്മാർക്കൊരു സ്വഭാവം ഉണ്ടെങ്കിൽ, അവർ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ അവരുടെ സംസാര ശൈലി ഒരുപക്ഷെ നിങ്ങളുടെ നാവിൽ പിശാച് കൊണ്ടുവരും. അവരുടെ ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും. അവർ നടന്നതുപോലെ നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതെന്നിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ ശാസിക്കണം.
അഭിഷേകമില്ലാത്ത ഒത്തിരി പേര് ഈ നിലവാരത്തിൽ ഉപദേശത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് പരിഹാസ രൂപേണ അനേകർ കയറി വരുന്നത്. ഇങ്ങനെയൊക്കെ വന്നാലാക്കാൻ നമ്മൾ വേണ്ടെന്ന് വെക്കണോ പറയേണ്ടെന്ന് വെക്കണം. ഈ പറയുന്ന വ്യക്തി ഇതുവരെയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. ആ വ്യക്തി എങ്ങനെയോ സഭയ്ക്കകത്ത് വലിഞ്ഞു കയറിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവനും നടത്തപ്പെടണം. അവന്റെ ദേഹത്വം കയറും ഒരു ശക്തി. അത് പരിശുദ്ധാത്മാവല്ല. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, എന്നെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. എന്തിനാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ദൈവരാജ്യത്തിൽ നമ്മളെ ചേർക്കുവാൻ. അല്ലാതെ ഇവിടെ വലിയ അതിനും ഇതിനൊന്നുമല്ല. ചിലർ ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ചില മണ്ടന്മാര്, എന്റെ അങ്ങനെ തന്നെ പറഞ്ഞല്ല, ചില മണ്ടന്മാര് പ്രസംഗിക്കുന്ന എന്നാന്നറിയോ? ദൈവം നിന്നെ മകനെ നിന്നെ കണ്ടിരിക്കുക, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക, വലിയൊരു പദ്ധതിക്കുണ്ട്. ഈ പൊട്ടൻ ഇതുവരെ പറയുന്നില്ല പദ്ധതി യെരുശലേമിൽ കൊണ്ടുപോകാനാന്ന് പറയില്ല. പിടികിട്ടിയോ? നിന്നെ എല്ലായിട്ടും മാനിക്കാൻ പോവാ, ഉയർത്താൻ പോവാന്ന് പറയും. പക്ഷെ ഇതൊന്നും അല്ല നടക്കുന്നത്. നിന്നെ യെരുശലേമിൽ കൊണ്ടുപോകാൻ പോവാ. നീ ചെയ്ത പ്രവർത്തിക്കൊത്തവണ്ണം പ്രതിഫലം നൽകാൻ പോവുക. അത് പറഞ്ഞാൽ ഇവര് പറയുന്ന കാര്യം എന്നാന്നറിയാമോ? അത് പിന്നെയല്ലേ എന്ന്. ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവന്മാര് പറയുന്ന അത് പിന്നെയല്ലേ, ഇപ്പോഴുള്ള കാര്യമില്ല, അത് പിന്നെ, അത് വന്നോളൂന്ന് നീ പറയുന്നു കേട്ടോ. ഇവരെല്ലാം അറിവുള്ള പോലെയാ. എന്നാൽ ഇവൻ മനസ്സിലാക്കുന്നില്ല, ഈ ആയുസിൽ ഇതിനു വേണ്ടി അധ്വാനിക്കാത്ത ഒരുവന് അക്കരനാട് കാണുന്നില്ല. അത് ഇവന് അറിയത്തില്ല, പറയുന്നില്ല, അതിന്റെ ഗൗരവം ശ്രദ്ധിക്കുന്നില്ല. ആമേൻ. വേഗം നമുക്ക് വായിച്ചു തീർക്കാം. അവിടെ വയ്ക്കുന്ന ഞങ്ങളോ കർത്താവിന് പ്രിയരും സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും അടുത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷിക്കപ്പെട്ടത്. അതായത് ഇനിയെങ്കിലും ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഈ കാര്യം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനിയെങ്കിലും പറയണേ, ഞാൻ ഈ കൃപയിലേക്ക് വന്നത് ചൊറി മാറിയിട്ടും പാണ്ട് മാറിയിട്ടും രോഗം മാറിയിട്ടും വന്നെന്ന് പറയുന്നവനെല്ലാം പോകും. സുവിശേഷം അതല്ല. സുവിശേഷം മകനെ നീ പാപിയായിരുന്നു, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ ദൈവപുത്രൻ തകർക്കപ്പെട്ടു. അപ്പോൾ ആ പരമയാഗത്തിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ പാപത്തിന് വേണ്ടി മരിച്ചവന്റെ ശരീരത്തോടു കൂടി ഞാൻ അടക്കപ്പെടുവാൻ തക്കവണ്ണം സ്നാനമേറ്റാണ് കർത്താവായ യേശുക്രിസ്തുവിനോട് ഞാൻ ചേർന്നിരിക്കുന്നത്. അവരുടെ സുവിശേഷം കേട്ടിട്ടാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നെന്ന് പറയണം കേട്ടോ. മനസ്സിലായോ? അല്ലാതെ ചിലർ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, മോൾക്ക് ഭൂതമായിരുന്നു, മോന് തളർവാദമായിരുന്നു, അപ്പന് വട്ടായിരുന്നു, ഇതൊന്നും പറഞ്ഞല്ല വിശ്വാസത്തിലേക്ക് വരേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് പണ്ടൊരു ടീംസ് പറഞ്ഞുകൊണ്ട് കടന്നു. ആരാന്നറിയാവോ? പൗലോസിനെ കുറിച്ച്. എവിടെയാ? എവിടെ കിടക്കുന്നത്? അല്ല, അത് കിടക്കുന്നത് ഗലാത്യ ലേഖനത്തിന്റെ അകത്താ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം വായിക്കണം. വായിച്ചേ. ഹല്ലേലൂയ. വായിച്ചോ. ഗലാത്യർ 2-ന്റെ 22, 23, 24 വായിച്ചോ. ഞാൻ തന്നെ വായിക്കാം. യഹൂദിയിലെ ക്രിസ്തു സഭകൾക്ക് ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം. അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. അതായത് പണ്ടിവനെ കത്തിയും തോക്കുമായിട്ട് സഭതോറും കയറി വിശുദ്ധന്മാരെ കൊല്ലാൻ നടന്നവനായിരുന്നു. അവൻ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ കൊന്നു. ഹല്ലേലൂയ, നന്ദി കർത്താവേ. ഈ സാക്ഷ്യം കൊണ്ടൊന്നും ക്രിസ്ത്യത മുമ്പോട്ട് പോകത്തില്ല. പൗലോസ് പറഞ്ഞു, കാര്യം അത്രേ അവർക്ക് അറിയത്തുള്ളൂ, അവരെ തിരുത്താനൊന്നും പോകുന്നില്ല. പക്ഷേ വെളിപ്പാടുകൾ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത അധ്യായം നോക്കുന്നത് അതിന്റെ 1-ാം അധ്യായം 1-ാം അധ്യായമായിരുന്നു കേട്ടോ. 2-ാം അധ്യായം 1-ാം വാക്യം ശ്രദ്ധിച്ചോ. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? 14 ആണ്ട് കഴിഞ്ഞപ്പോൾ താൻ വീണ്ടും യെരൂശലേമിലേക്ക് ചെന്നപ്പോ
താനൊരു വെളിപ്പാടനുസരിച്ച് പോകാൻ ഇടയായി തീർന്നു. മനസ്സിലാക്കണമേ, വിശ്വാസത്തിലേക്ക് വന്നത് രോഗം മാറിയത് കൊണ്ട്, കഷ്ടം മാറിയത് കൊണ്ട്, കടഭാരം മാറിയത് കൊണ്ടാന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്നവർക്ക് ശ്രദ്ധിച്ചോളൂ. നീ വീട്ടിൽ ജനിച്ച സാക്ഷ്യം. നീ പാപിയായിരുന്നു എന്നെ രക്ഷിപ്പാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. പുത്രനാകുന്ന യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചു, അവന്റെ പാപങ്ങളെ ബോധിച്ചു, എന്നെ വീട്ടിൽ ജനിക്കുവാൻ തക്കണം വെള്ളത്തിൽ സ്നാനമേറ്റ് എന്നിൽ പരിശുദ്ധാത്മാവിനെ നൽകിയെന്നുള്ള സാക്ഷ്യമല്ല നിന്റെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരിക്കലും ദൈവസന്നിധിയിൽ ചെല്ലത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം, മക്കളോ ഭാര്യയോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും വിശ്വാസം അവരെന്നെയും കൊണ്ട് പോയതുകൊണ്ട് ഞങ്ങൾ അവന്റെ കൂടെ, അവൻ പറഞ്ഞ വചനം എല്ലാം ഞങ്ങൾ വിശ്വസിച്ചു, ഇതല്ല സാക്ഷ്യം. ആ വാക്യം കൂടെ വായിച്ചേ. തെസ്സലോനിക്കർ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഞങ്ങളോ കർത്താവിന്റെ പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് അടുത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷം പോഷണത്താൽ നിങ്ങളെ വിളിച്ചത്. അടുത്തത് സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ അടയ്ക്കത് പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും ഹൃദയാലെ നൽകിയിരിക്കുന്നതും നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്യം സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ചവർക്ക് മാത്രമാണ് ഈ നന്മകൾ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. കണ്ടോ, ആകെ സഹോദരൻ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുദാനും നമ്മെ സ്നേഹിച്ചു നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. കണ്ടോ, അപ്പോൾ മനസ്സിലാക്കണം, ആരുടെയും സെന്റിമെന്റ്സോ ആരുടെ ഒത്താശ നമ്മുടെ ദൈവം സ്വീകരിക്കുന്നില്ല. നാം നേരായ മാർഗത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമ്മൾ അക്കരെ നാട്ടിൽ നമ്മൾ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച കൊരിന്ത്യർ ലേഖനത്തിന്റെ അകത്ത് നമ്മൾ വായിച്ച കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ കണ്ട ആ വാക്യം. ആമേൻ. അതുകൊണ്ട് വായിച്ചു. അടുത്തത് അതിലടുത്ത് നമുക്ക് അതിന്റെ 5-ാം വാക്യം. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ദൈവം തന്നെ. അടുത്തത്, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ഒക്കെയും കണ്ടു. എന്തുകൊണ്ടാണ് ഈ പരദേശി എന്നുള്ള പദം ഉപയോഗിക്കുന്നത്? നമ്മളുടെ സ്വദേശം സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പരദേശികളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പരദേശവാസം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ ചെല്ലണം. കർത്താവിന്റെ ഭവനത്തിൽ നമ്മൾ ചേർക്കപ്പെടണം. ഇവിടെ നിൽക്കുന്നത് ഒന്നും കണ്ടുകൊണ്ട് നമ്മുടെ നിത്യത നമ്മൾ നഷ്ടമാക്കരുത്. നമ്മൾ അതിനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലെ സാക്ഷ്യ ജീവിതം വളരെ പ്രാധാന്യമാണ്. വിശുദ്ധ ജീവിതം വളരെ പ്രാധാന്യമാണ്. വേർപാട് ജീവിതം വളരെ പ്രാധാന്യമാണ്. ലോകരെ നമുക്കൊന്നും ബോധിപ്പിക്കുവാനില്ല. അവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യനാശത്തിനായിട്ട് അത് ഇടയായി തീരും. എന്നാൽ മകനെ, നിന്റെ രക്ഷ, നിന്റെ വീണ്ടെടുപ്പിന്റെ വിലയായി ക്രിസ്തു പരമയാഗമായി തീർന്നിരിക്കുന്നെങ്കിൽ നീ നിന്റെ രക്ഷ നഷ്ടമായി പോകാതെ വണ്ണം സൂക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്ര കർത്താവിന്റെ പദ്ധതി പ്രകാരം അക്കരെ നാട്ടിൽ ചെല്ലുവാൻ തക്കവണ്ണം യോഗ്യമായ നിലവാരത്തിൽ അധ്വാനിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് പകൽ നേരം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായ